നമസ്കാരം. ടോക്ക് ഷോയിലേക്ക് സൗഹൃദ സംഭാഷണത്തിലേക്ക് സ്വാഗതം. അധികം മുഖവുരകളില്ലാതെ തന്നെ അതിഥികളെ പരിചയപ്പെടാം. സംഗീത മോഹൻ, സ്വാഗതം. സ്വാഗതം. സാജൻ സൂര്യ. കനകലത ചേച്ചി, സ്വാഗതം. ഇനി പരിചയപ്പെടുത്തേണ്ട അതിഥികൾ അവരുടെ മേഖലയിൽ പ്രശസ്തരായ ബ്യൂട്ടീഷ്യന്മാരാണ്. സ്വാഗതം. സുമിത്ര ജയകുമാർ. സ്വാഗതം. മിസ്റ്റർ മനോജ്. ബിൻസു ഗോപാലൻ, സ്വാഗതം. ബിന്ദുവിനും സ്വാഗതം. എനിക്ക് ഇണങ്ങുന്നെന്ന് തോന്നുന്നത് ഞാൻ സെലക്ട് ചെയ്യും, ഇടും. എനിക്ക് എന്തെങ്കിലും പ്ലസ് പോയിന്റ് ഉണ്ടെങ്കിൽ അതിനെ എടുത്തു കാണിക്കാനും മൈനസ് ഉണ്ടെങ്കിൽ അതിനെ മറയ്ക്കാനുമാണ് മേക്കപ്പ് സാധാരണ യൂസ് ചെയ്യുന്നത്. എന്റെ പേഴ്സണൽ ലൈഫിൽ എന്റെ ആത്മവിശ്വാസം ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഒരു പുരുഷന്റെ അദമ്യമായ ആഗ്രഹമാണ്. അധമമായ ആഗ്രഹം എന്ന് ഞാൻ പറയൂ. അദമ്യമായ ആഗ്രഹം. അത് എന്തെന്നറിയാം, അത് സംഗീത മേക്കപ്പിനെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ്. ഇയാൾക്ക് അറിയാൻ പറ്റത്തില്ല. ഇയാൾ മൊത്തം കൊണ്ട് തട്ടിയിട്ടിട്ട് വീട്ടിൽ കളിക്കിട്ട് ഉണ്ട്. അയാള് മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, പേര് പറയുന്നില്ല. ഒരു കൃഷ്ണന്റെ മുഖമുണ്ട് സാധന. അത് സ്വഭാവം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയാം കിഷോർ. രാവിലെ എഴുന്നേറ്റ് കുളിക്കണം ഞങ്ങളെ കൺസൾട്ട് ചെയ്യൂ, ഞങ്ങളെ കൺസൾട്ട് ചെയ്യൂ. അങ്ങനെ ഒരു സ്ത്രീയെ കാണണം, അങ്ങനെ കാണാൻ പറ്റൂ എന്ന് ആഗ്രഹിക്കുന്ന ഒരു പുരുഷന്റെ ആഗ്രഹത്തിനെയാണ് ഞാൻ അദമ്യമല്ല അധമം എന്ന് പറഞ്ഞത്. മലയാളിക്കെന്നല്ല ആർക്കും മറക്കാൻ പറ്റാത്ത ഒന്നാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. അത് ചിത്രത്തിലായാലും അല്ലെങ്കിൽ ജീവനോടെ ആയാലും. അത് പറഞ്ഞപ്പോൾ തന്നെ ചേച്ചിയുടെ മുഖത്തൊരു ചിരിയുണ്ട്. കണ്ട അയ്യേ. സാധാരണ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ചേച്ചി ഇപ്പോഴും സർവാഭരണ വിഭൂഷിതയായി ഇരിക്കുന്ന ഒരാളാണ്. ഞാൻ ആദ്യമേ എനിക്ക് പെട്ടെന്ന് ശ്രദ്ധിച്ചത് ആ മാലയാണ് ചേച്ചിയുടെ. സാധാരണ ദൈവങ്ങൾക്ക് വടമാല ചാർത്തുന്ന ഒരു ചടങ്ങുണ്ട്. ഇത് അതുപോലെ തന്നെ വടം പോലത്തെ ഒരു മാലയാണ്. ഇത് ആരാണ് സെലക്ട് ചെയ്യുന്നത് ഈ കോസ്റ്റ്യൂമൊക്കെ? എനിക്ക് ഞാൻ തന്നെയാണ്. പിന്നെ എൻ്റെ ചേച്ചി എനിക്ക് സെലക്ട് ചെയ്യാറുണ്ട്. എനിക്ക് ഇണങ്ങുന്നെന്ന് തോന്നുന്നത് ഞാൻ സെലക്ട് ചെയ്യും, ഇടും. ഇത് ഇണങ്ങുന്നുണ്ടോ? ഇണങ്ങുന്നെന്നാണ് എൻ്റെ വിശ്വാസം. എന്റെ വിചാരവും വിശ്വാസമാണോ? വിശ്വാസവും വിചാരവും. ഈ രണ്ട് ചേച്ചിയെ രക്ഷിക്കട്ടെ. സംഗീത സൗന്ദര്യത്തിൽ യാതൊരു ബോധമില്ലാത്ത ഒരാളാണ് എന്ന് പറഞ്ഞാൽ സൗന്ദര്യ ബോധമില്ലാത്ത ഒരാളാണ് സംഗീത എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സൗന്ദര്യ ബോധമുള്ള ഒരാളാണ്, പക്ഷേ സ്വന്തം സൗന്ദര്യത്തിൽ ബോധേടാവാത്ത ഒരാളാണ്. അതെ. എന്തുകൊണ്ടാണ്? പെൺകുട്ടികൾക്ക് സൗന്ദര്യം വേണ്ടേ? സൗന്ദര്യം വേണം, സത്യമായിട്ടും സൗന്ദര്യം വേണം. സൗന്ദര്യമുള്ള ആളുകളെ കാണുമ്പോൾ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഞാൻ നോക്കി ആസ്വദിക്കാറുണ്ട്. അത് പബ്ലിക് പ്ലേസിലാണ് അല്ല നോക്കുന്നതിനെന്താ? അപ്പം കിഷോറേട്ടൻ ഈ പാന്റ് ഇട്ട് വന്നപ്പോ ഞാനല്ലേ ആദ്യം കമന്റ് പറഞ്ഞത് ഇവിടെ നന്നായിരിക്കുന്നു എന്ന്. അതെ, എന്റെ വായിന്ന് ഞാൻ തന്നെ പറഞ്ഞു നന്നായിരിക്കുന്നു. കാര്യം ഇപ്പോൾ കറക്റ്റ് കമന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കില്ല. എനിക്ക് സൗന്ദര്യ ബോധമൊക്കെ ഉണ്ട്. സൗന്ദര്യബോധമുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, സ്വന്തം സൗന്ദര്യത്തെ കുറിച്ച് വലിയ ബോധമല്ല. അതാണ് ഞാൻ ചോദിച്ചത്. അതൊരു പക്ഷേ ഞാൻ മേക്കപ്പിന് ഒരു പരിധി ഇല്ലെന്ന് പറഞ്ഞ പോലെ എന്നെ കുറിച്ച് എനിക്കൊരു നോളജ് ഉള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോ. അങ്ങനെയല്ല, അത് ആര് പറഞ്ഞു? സംഗീത വളരെ സുന്ദരിയാണ്. ശരി, മതി, ഇത്രയും കേട്ടാ മതി. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ മേക്കപ്പ് ഇപ്പൊ തന്നെ സംഗീതയും കനകലത ചേച്ചിയെ തൊട്ടടുത്ത് ഇരുത്തിയാൽ സ്വാഭാവികമായിട്ട് ഈ കണി കാണുന്നത് പോലെ കണ്ണ് പൊത്തി നിലവിളക്കിന്റെ അടുത്ത് കരിവിളക്ക് വെച്ച പോലെ എന്നാണോ? സംഭവമൊക്കെയാണ്, പക്ഷെ അതിൽ രണ്ടും ഏതൊക്കെയാണെന്ന് നമുക്ക് തൃപ്തിയായിട്ട് പറയണം. അതാണ് വേറെ പ്രശ്നം. നാച്ചുറലി ഞാനല്ലേ മേക്കപ്പ് ചെയ്യാതിരിക്കുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കനകലത ചേച്ചിയാണ് ഒരു പടി ഒരു പണത്തൂക്ക് മുമ്പിലെന്ന് പറയും. അത് മേക്കപ്പിന്റെ പ്രശ്നമാണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം ജന്മന വളരെയധികം സൗന്ദര്യമുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ശ്രീമതി കനകലത. എനിക്ക് അവകാശപ്പെടാനാവില്ല. എന്ത് ചേച്ചി? കുഴപ്പമില്ല. കൂടുതലും സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. അച്ഛനും അമ്മയ്ക്ക് സൗന്ദര്യം ഉണ്ടെങ്കിൽ മക്കൾക്ക് സൗന്ദര്യം ഉണ്ടാവും. ബ്യൂട്ടി ലൈസ് ഇൻ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ എന്നാണ്. കാണുന്നവന്റെ കണ്ണിലാണ് സൗന്ദര്യം ഇരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ തേച്ചോണ്ട് കിടക്കേണ്ട കാര്യമില്ല. എന്റെ വിശ്വാസമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും സംഗീതയുടെ വിശ്വാസവും സംഗീതയെ രക്ഷിക്കട്ടെ. ഇത് അപ്പുറത്തിരിക്കുന്ന ഒരു സുന്ദര കുട്ടപ്പൻ, ചുണക്കുട്ടൻ. ഈ ചിരിക്ക് വേണ്ടി അല്ലേ? അല്ല, ഞാൻ ഒരു ദിവസം പല പ്രാവശ്യം കള്ളം പറയാറുണ്ട്. എങ്കിലും സ്വാഭാവികമായിട്ട് സാജന്റെ സൗന്ദര്യത്തെ കുറിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം സൗന്ദര്യത്തെ കുറിച്ച് സംഗീത ബോധേടാവുന്നില്ല എന്ന് പറയുന്നത് പോലെ ഞാനും അത്ര ബോധേടാവുന്ന ഒരാൾ അല്ല. എങ്കിലും ഒരേ വർഗം എന്നുള്ള രീതിയിൽ എനിക്ക് അല്പ അസൂയ കൂടുതലാണ് സാജനോട്, അല്ലേ? അതെന്താണ്? സാജന്റെ ആ ഒരു ക്യൂട്ട്നെസ്, അതായത് ഒരു കൃഷ്ണന്റെ മുഖമുണ്ട് സാജന്. അത് സ്വഭാവം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയാം കിഷോർ. അല്ലല്ല, ഞാൻ അടുത്ത സ്റ്റെപ്പ് പറയുന്നതിന് മുമ്പേ താങ്കൾ അല്ലേ? ശരി, അങ്ങനെയുള്ള സ്വഭാവത്തിൽ ഞാൻ പറയുന്നില്ല. എങ്കിലും നല്ല സൗന്ദര്യമുള്ള ഒരു മുഖമാണ്, ആരെയും ആകർഷിക്കുന്ന മുഖമാണ്, നല്ല ചിരിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ ചോദിക്കുന്നു, ഈ മേക്കപ്പിൽ വിശ്വാസം ഉണ്ടോ? മേക്കപ്പിൽ വിശ്വാസം ഇല്ലാതൊന്നുമില്ല. കാരണം ഞാനിപ്പോ പുറത്ത് പോകുമ്പോൾ ഞാൻ ഒട്ടും മേക്കപ്പ് യൂസ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ നമ്മൾ വർക്കുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നമുക്ക് ഇപ്പൊ കാണുന്ന ആൾക്കാർക്ക് ഇപ്പോ ഒരു രസമുള്ള ഒരു ഫിഗർ വേണമല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അതിനുവേണ്ടി നമ്മളൊരു ക്യാരക്ടറിന് വേണ്ടി, പിന്നെ ചിലപ്പോൾ ക്യാരക്ടറിന് വേണ്ടി നമ്മൾ അങ്ങനെ തീർച്ചയായിട്ടും ജോലി സംബന്ധമായ രീതിയിൽ മാത്രം മേക്കപ്പ് ചെയ്യാം. മേക്കപ്പ് വേണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല.
ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന ആളാണ്. അവരവരുടെ ഇഷ്ടത്തിനാണ് മേക്കപ്പ് യൂസ് ചെയ്യേണ്ടത്. അവരവരുടെ ചോയ്സ് ആണത്. ഒരു ക്ലയന്റിന് മേക്കപ്പ് ഇഷ്ടമാണെന്ന് തോന്നിയാൽ നമുക്കത് ചൂസ് ചെയ്യാം. ഇഷ്ടമല്ലാന്ന് തോന്നിയാൽ വേണ്ടാന്ന് വെക്കാം. ഭൂരിഭാഗം ആൾക്കാർ എങ്ങനെയാണ്? യൗവനമുള്ളവർക്ക് അത് പ്രശ്നമല്ല. കുറച്ച് ഏജ്ഡ് ആവുമ്പോൾ നമുക്ക് മേക്കപ്പ് വേണം തോന്നിയേക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു പാടുകൾ മറയ്ക്കുക എന്നുള്ള കർമ്മമാണ് മേക്കപ്പ് ചെയ്യുന്നത്. അത് മാത്രമല്ല, പിന്നെ നമ്മൾ പുറമേ പോകുമ്പോൾ ഫീൽഡ് വർക്ക് പോകുമ്പോൾ അതൊരു മറയായിട്ട് സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കാതെ ഒരു മറയായിട്ടും കൂടി പ്രൊട്ടക്ട് ചെയ്യുന്നു. കാണുന്നവർക്ക് അതൊരു ഭംഗിയായിട്ട് ഫീൽ ചെയ്യും. പിന്നെ നമ്മുടെ അതായത് ജനറൽ ആൾക്കാരെ കുറിച്ചാണ് സംസാരിക്കുന്നത്, സാധാരണ ജനത്തിനെ കുറിച്ച് അല്ലേ? മേക്കപ്പ് വേണോ വേണ്ടയോ? സാഹചര്യത്തിനനുസരിച്ച്. സാഹചര്യം എന്ന് പറയുമ്പോൾ ഇപ്പൊ മരണ വീട്ടിൽ പോകുമ്പോൾ ആവശ്യമില്ല. ഇല്ല. പിന്നെ എനിക്ക് ഇപ്പം മേക്കപ്പ് ചെയ്യണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു കല്യാണത്തിന് പോകുമ്പോൾ മേക്കപ്പ് ആവാം. അത് നമ്മുടെ ഒരു വിരോധിയുടെ കല്യാണത്തിന് പോയാലും മേക്കപ്പ് ആവും. എന്തിനായാലും അത് നമ്മളെ അല്ല, നമുക്ക് കോൺഫിഡൻസ് കൂടാൻ വേണ്ടിയാണ് നമ്മൾ മേക്കപ്പ് ചെയ്യണോ വേണ്ടോ തീരുമാനിക്കുന്നത്. അപ്പൊ എനിക്ക് എന്തെങ്കിലും പ്ലസ് പോയിന്റ് ഉണ്ടെങ്കിൽ അതിനെ എടുത്ത് കാണിക്കാനും മൈനസ് ഉണ്ടെങ്കിൽ അതിനെ മറയ്ക്കാനുമാണ് മേക്കപ്പ് സാധാരണ യൂസ് ചെയ്യുന്നത്. ശരി, അപ്പൊ നമുക്ക് നമ്മുടെ ആത്മവിശ്വാസം കൂട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ഘടകമാണ്. അതെ, എന്ന് വെച്ചാൽ അത് ചെയ്താലേ ആത്മവിശ്വാസം കൂടും, അങ്ങനെയൊന്നും ഇല്ല. വീണ്ടും ചോദ്യ ഉത്തരം ഒരാൾ തന്നെയാണ്. ആണെന്ന് പറയുന്നുണ്ട്, അല്ല എന്ന് പറയുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞ സാഹചര്യം അനുസരിച്ച് നമുക്ക് ചെയ്യാം. ചിലരുടെ കാര്യത്തിൽ. അതെ. താങ്കളുടെ കാര്യത്തിൽ എങ്ങനെയാണ്? ഞാൻ അത്യാവശ്യം മേക്കപ്പ് യൂസ് ചെയ്യാറുണ്ട്. ഉണ്ട്. മേക്കപ്പ് ചെയ്താൽ ആത്മവിശ്വാസം കൂടുവോ? കൂടും. ചെയ്യുന്നവരുടെ ആത്മവിശ്വാസം കൂടുന്നതല്ല, അത് ഏറ്റുവാങ്ങുന്നവരുടെ ആത്മവിശ്വാസം കൂടുവോ? കൂടും. എങ്ങനെ? ഇവിടെ പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്ത് പറഞ്ഞു ആത്മവിശ്വാസം കൂടും ചില ആൾക്കാർക്ക്. തോന്നുന്നുണ്ടോ? ആരെങ്കിലും മേക്കപ്പ് ചെയ്തതിന് ശേഷം ചാടി എണീറ്റ് കൈ കൊടുത്തിട്ട് എൻ്റെ ആത്മവിശ്വാസം കൂടി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആത്മവിശ്വാസം ഇപ്പം നിറച്ചെണ്ണയൊക്കെ പേരുണ്ട് വന്ന് എന്നോട് പറയും, ചേച്ചി എനിക്കിതൊന്ന് കറക്റ്റ് ചെയ്ത് തരണം, എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി, എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല, ഒന്ന് കറക്റ്റ് ചെയ്ത് തരണം എന്നൊക്കെ പറയും. അപ്പം നമ്മൾ ഒന്ന് ഷാമ്പു വാഷ് ചെയ്ത് മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ ആൾക്കൊരു ചെറിയ മാറ്റം വരും, ഒരു ലുക്കിലൊരു മാറ്റം വരും. അപ്പം പറയാറുണ്ട്, താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു കോൺഫിഡൻസ് ലെവൽ കൂടിയിട്ടുണ്ട്. ഈ മുടി സ്ട്രൈറ്റ് ആക്കുന്നതാണ്. സ്ട്രൈറ്റ് ആക്കണമെന്നില്ല, എല്ലാവർക്കും സ്ട്രൈറ്റനിങ് ചേരൂലല്ലോ. അല്ല, മുടി സ്ട്രൈറ്റ് ആക്കിയിട്ട് കാര്യമില്ല, ആദ്യം ആള് സ്ട്രൈറ്റ് ആവുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം മുടി സ്ട്രൈറ്റ് ആക്കിയിട്ട് കാര്യമുണ്ട്. അപ്പൊ കോൺഫിഡൻസ് ലെവൽ കൂടുമെന്ന് തന്നെയാണ്, കൂടും എന്നൊരു അഭിപ്രായമുണ്ട് അല്ലേ? കോൺഫിഡൻസ് ലെവൽ കൂടുവോ? തീർച്ചയായിട്ടും കൂടും. കാരണം പറഞ്ഞാൽ ഇപ്പോൾ മേക്കപ്പ് ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത ആള് ആദ്യമായിട്ടൊരു മേക്കപ്പ് തീർച്ചയായിട്ടും അയാൾക്ക് വ്യത്യാസം ഫീൽ ചെയ്യും. അത് തീർച്ചയായിട്ടും ഉണ്ടാകും, കാര്യം ഇതുവരെ ശീലിച്ചിട്ടില്ല. അതെ. ഒരു പ്രാവശ്യമെങ്കിലും ഈ മേക്കപ്പ് ഒന്ന് ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും. അവർക്ക് അതിൽ കൊള്ളാൻ തോന്നിയാൽ അവർ കണ്ടിന്യൂ ചെയ്യും. ഇപ്പൊ ഹെയർ തന്നെ നീട്ടി വളർത്തി ആള് പെട്ടെന്ന് ഷോർട്ടായിട്ട് വെട്ടുമ്പം 10 അഭിപ്രായം പറയും. അതിൽ അയാൾക്ക് ഏതാണ് കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്നത്, അപ്പം അത് അവർ കണ്ടിന്യൂ ചെയ്യണത്. ഇപ്പൊ നമ്മളൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരുടെ പറയും, നിങ്ങൾക്ക് ഇന്ന രീതിയിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ ഇദ്ദേഹം തന്നെ മുടി ഇങ്ങനെ പതിച്ചു ചെയ്യുക ചെയ്യും അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് വോളിയം ആണെങ്കിൽ ഒരു ഇഞ്ച് ഇപ്പുറത്ത് മാറ്റിയിട്ട് അങ്ങോട്ട് ചെയ്യാൽ കുറച്ച് ഹൈറ്റ് വരുമെന്ന് തോന്നുന്നു. സജസ്റ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും അവർ അവിടെ അപ്പൊ ചെയ്തില്ലെങ്കിൽ അവർ വീട്ടിൽ പോയി പരീക്ഷ നോക്കും. അവർക്കതിൽ തൃപ്തി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. അപ്പൊ സംഗീത അദ്ദേഹം പറഞ്ഞത് നോക്കൂ, ഒന്ന് നമുക്ക് ട്രൈ ചെയ്താൽ അത് ഈ ഷൂട്ടിനൊക്കെ നമ്മൾ എപ്പോഴും ട്രൈ ചെയ്യുന്നതാണ് പല ഹെയർ സ്റ്റൈൽസ്, പല രീതിയിലുള്ള മേക്കപ്പും ഈ ഗതാഗത വകുപ്പിനെ മാറ്റി നമുക്ക് ആഭ്യന്തര വകുപ്പ് ആക്കിയിട്ട് ഒന്ന് ശകലം പൊക്കി വരം വകുപ്പ് പോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഗെറ്റപ്പ് ആത്മവിശ്വാസം ചിലപ്പോൾ കൂടിയേക്കാം. ഇല്ല, എനിക്ക് എന്റെ പേഴ്സണൽ ലൈഫിൽ എന്റെ ആത്മവിശ്വാസം ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഷൂട്ടിന്റെ ആവശ്യത്തിന് എന്റെ ഹെയർ സ്റ്റൈൽ പല രീതിയിൽ മാറാറുണ്ട്, പല ക്യാരക്ടറിനനുസരിച്ച് മാറാറുണ്ട്. ചേച്ചി അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നയാഗര വെള്ളച്ചാട്ടം ഇപ്പുറത്തായിരുന്നു, ഇപ്പൊ ഈ സാധനത്തിന് എല്ലാം കൂടെ എടുത്ത് അപ്പുറത്തിട്ടേക്കും. അത് ഞാൻ ഫ്രീ ആയിട്ട് നിൽക്കുമ്പോ എനിക്ക് മുടി എങ്ങനെ ഇണങ്ങുന്നു ഞാൻ പരീക്ഷണം നടത്താറുണ്ട്. അതെ, ഇണങ്ങുന്നത് കണ്ടിന്യൂ ചെയ്യും. പല സീരിയലിലും പല ഗെറ്റപ്പിലാണ് ഹെയർ സ്റ്റൈലും, അത് ക്യാരക്ടറിനനുസരിച്ച് ചെയ്യും. പിന്നെ ഈ ഫംഗ്ഷനൊക്കെ പോകുമ്പോ നമുക്ക് ഇഷ്ടമുള്ള ഇണങ്ങുന്നത് നോക്കി സെലക്ട് ചെയ്ത് ചെയ്യാറുണ്ട്. പരീക്ഷണം നടത്താറുണ്ട് ഹെയർ സ്റ്റൈൽ? തീർച്ചയായിട്ടും ഒരുപാട്. സാധാരണ ഈ പെണ്ണുങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ ബ്യൂട്ടി പാർലർ. താങ്കൾ ഇതിനകത്ത് കടന്നു വരാനുള്ള കാരണം? നമ്മുടെ പാർലറിൽ ഇപ്പോൾ വരുന്നത് നമ്പർ ഓഫ് കസ്റ്റമർ നോക്കിക്കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ തന്നെ കൂടുതൽ. പക്ഷേ സ്പെൻഡ് ചെയ്യുന്ന നോക്കിക്കഴിഞ്ഞാൽ ആണുങ്ങളാണ് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. കാരണം അവർക്ക് ഈ ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ ഈ സൗന്ദര്യം നിലനിർത്തണം എന്നൊരാഗ്രഹമാണ്. പെട്ടെന്ന് വയസ്സായി പോകരുത്, ഹെയർ ഡേ ഒക്കെ ചെയ്തിട്ട് അത് നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് എത്ര സ്പെൻഡ് ചെയ്യാൻ ആണുങ്ങൾ തയ്യാറാണ്. പെണ്ണുങ്ങൾ പാർലറിൽ പോയില്ലെങ്കിലും വീട്ടിൽ വളരെയധികം ആണുങ്ങളെ കട്ടി കൂടുതൽ കെയർ ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആണുങ്ങൾ സ്വാഭാവികമായിട്ട് പാർലർ വന്നാണ് കെയർ ചെയ്യുന്നത്. വരുന്നുണ്ട്, മാസത്തിൽ ഒരിക്കലെങ്കിലും വന്നിട്ട് ഫേഷ്യലും കളറിങ്ങും അങ്ങനത്തെ ഹെയർ ഒക്കെ വൃത്തിയാക്കി വെക്കാനും. ഞാൻ ഒരു കാര്യം ചോദിച്ചേ, ഈ വെള്ളരിക്ക വെട്ടി കണ്ണി വെക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? അത് ഈ കണ്ണിന് നമുക്ക് ചൂട് വന്നു, ശരീരത്തിൽ ചൂട് വന്നിട്ട് കണ്ണിന് ചൂട് വന്നു. അപ്പൊ അതിന് നമുക്ക് കണ്ണ് ഓഫീസിലൊക്കെ ഒരുപാട് നേരം കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇപ്പൊ കണ്ണിന് ചൂട് തോന്നുന്ന സമയത്ത് വെള്ളരിക്ക തന്നെ വേണമെന്നില്ല, നമ്മുടെ കറുത്ത ഗ്രേപ്സ് ഇല്ലേ,
അതിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഈ കണ്ണിന്റെ ചുറ്റുള്ള പിഗ്മെന്റേഷനും കൂടെ കറുപ്പും കൂടെ മാറ്റാനുള്ള കഴിവുണ്ട്. അപ്പൊ നമ്മൾ ഓഫീസിൽ തന്നെ ഇരിക്കുമ്പോൾ അത് 1-2 അല്ലി മതി. ഡാർക്ക്നെസ് നമുക്ക് കുറയ്ക്കാം. ശാശ്വതമായ പരിഹാരമല്ലോ. ശാശ്വതമായിട്ടുള്ള പരിഹാരം ഓവർ സ്ട്രെയിൻ കൂടുന്നവർക്ക് ഉണ്ടാവുന്ന അതൊക്കെ സ്വാഭാവികമായിട്ടും ജീവിതത്തിലുണ്ടാവുന്നതാണ്. ഒരു ദിവസം എത്ര രൂപ വരുമാനം ഉണ്ടാക്കും? അതൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഓരോ ഫേഷ്യലിനെ ഡിപ്പെൻഡന്റ് ആണ് ചാർജ്. കുറഞ്ഞ ഫേഷ്യൽ ഉണ്ട്, ഓർഡിനറി ഉണ്ട്, കോസ്റ്റ് കൂടിയ ഫേഷ്യൽ ഉണ്ട്. പ്രോഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ചാർജ് മേടിക്കുന്നത്. ശരി, ഇതിന്റെ അളവ് പോലെ എങ്ങനെയാണ് കുറഞ്ഞ ഫേഷ്യൽ കൂടിയ ഫേഷ്യൽ എന്ന് പറയാൻ? ഒരു കസ്റ്റമർ വരുമ്പോൾ നമ്മൾ ചോദിക്കുക എത്ര അഫോർഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ്. എത്ര കാശ് നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ്, അതിനനുസരിച്ച് ഞങ്ങൾ തേക്കും. അങ്ങനെയല്ല, അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ മതി എന്ന് ഞാൻ വിചാരിക്കും. അല്ലാത്തവർക്കാണെങ്കിൽ അവരുടെ അനുസരിച്ച് അവർക്ക് ചെയ്തു കൊടുക്കുക. അല്ല, സാധാരണയായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ചിട്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് കാശ് കൊടുക്കുകയാണ് പതിവ്. ഇത് തിരിച്ച് ബഡ്ജറ്റിനനുസരിച്ചാണ് നമ്മൾ നിശ്ചയിക്കുന്നത്. അല്ല, ഇത്ര രൂപ ഉണ്ടെങ്കിൽ അത്രയ്ക്ക് നമ്മൾ തേക്കും. ഏറ്റവും കൂടുതലായിട്ട് ഈ ബ്യൂട്ടി പാർലറെ കളിയാക്കുന്നത് കോമഡിക്കാരാണ്. ആദ്യം ഇവിടെ ചോദിച്ച പോലെ വന്ന ഉടനെ തന്നെ 2 റൗണ്ട് വെള്ളരിക്ക വെട്ടി കണ്ണിൽ വയ്ക്കും. പിന്നെ അവിടെ നടക്കുന്ന ഒന്നും കാണാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശത്തോടു കൂടിയാണ് ആദ്യമേ വലിയ വെള്ളരിക്കയുടെ മൂട് നോക്കി വെട്ടി. ഈ വേനൽക്കാലത്ത് നിങ്ങൾ ചെയ്യുന്ന എന്തൊക്കെ സംഭവങ്ങളാണ് ചെയ്യുന്നത്? ഒരു ഐറ്റം പറയും. ഫേഷ്യൽ കുക്കുമ്പറിന്റെ ഫേഷ്യൽ ചെയ്യാം. അത് വളരെ കോസ്റ്റ് കുറഞ്ഞതാണ്. അതാവുമ്പോൾ നമുക്ക് പാട് മാറാനും അതുപോലെ നമ്മൾ മസാജിങ് കൊടുക്കുമ്പോൾ ഒരു കൂളിംഗ് എഫക്റ്റ് കണ്ണിനെ ചെയ്ത ഹെഡേക്ക് ഉള്ളവർക്ക് ഓവർ സ്ട്രെയിൻ ഉള്ളവർക്കൊക്കെ ഒരു സൂത്തിങ് എഫക്റ്റ് കൊടുക്കുകയാണ്. നമ്മൾ റിലാക്സിങ് മൂഡിലേക്ക് കൊണ്ടുവരികയാണ്. അതിന് ഫേഷ്യൽ വേനൽക്കാലത്തൊക്കെ ആകുമ്പോൾ നമ്മൾ ചൂട് പിടിച്ച് കണ്ണായാലും നമ്മുടെ ബോഡി ആയാലും എല്ലാം സ്ട്രെസ്ഡ് ആയിരിക്കും ചൂട് വരുമ്പോൾ. അപ്പോൾ ഒരു മസാജിങ് ഒക്കെ വരുമ്പോൾ ഭയങ്കര റിലാക്സിങ് മൂഡിലേക്ക് കൊണ്ടുപോകണം ക്ലയന്റിന്. അപ്പോൾ അതൊരു റിസൾട്ടാണ് നമ്മൾ ക്ലയന്റിന് കൊടുക്കണേ. ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും സംഗതി ചെയ്യാറുണ്ടോ? ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ അങ്ങനെയുള്ള സംഭവം ചെയ്തിട്ടില്ല. ഇഷ്ടമാണ്. നമ്മൾ ആരെയും കമ്പൽ ചെയ്യണില്ലല്ലോ, ഓരോരുത്തരുടെ ചോയ്സ് ആണത്. അവർക്ക് വേണമെങ്കിൽ ചെയ്യാം. വരുന്നവർക്ക് നമ്മൾ സുഖപ്രദമായ ഒരു അനുഭൂതി മസാജിങ്ങിൽ കൂടെ കൊടുക്കുക. ചേച്ചി എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ബ്യൂട്ടി പാർലറിലൊക്കെ വളരെ റെയറായിട്ട് പോയിട്ടുള്ളൂ. എന്റെ പ്രായത്തിന്റെ ഇടയ്ക്ക് 8-10 പ്രാവശ്യം പോയിട്ടുള്ളൂ. എന്റെ ബ്യൂട്ടി പാർലർ അല്ല, എന്റെ വീട്ടിൽ തന്നെയാണ്. ഓ, വീട്ടിൽ തന്നെ ബ്യൂട്ടി പാർലർ. അത് ചെയ്യുന്നുണ്ടോ? ഈ പറഞ്ഞ ഫേഷ്യലൊക്കെ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചെയ്യാറില്ല. ഞാൻ സാധാരണ ചെയ്യുന്നത് കുളിക്കുന്നതിന് ഒരു 1/2 മണിക്കൂറോ 1 മണിക്കൂറിന്റെ മുമ്പ് പാൽപ്പാട സൂക്ഷിച്ചു വെക്കും. അതിൻ്റെ അകത്ത് കസ്തൂരി മഞ്ഞൾപ്പൊടി ഇപ്പൊ പാക്കറ്റ് കിട്ടും, അത് മിക്സ് ചെയ്ത് ഇടും, ഫേസിലിടും. എന്നിട്ട് സോപ്പ് വെക്കില്ല, ഫേസിൽ സോപ്പ് വെക്കില്ല. അതാണ് ഞാൻ സാധാരണ വീട്ടിൽ നിൽക്കുമ്പോൾ ഇടുന്നത്. പിന്നെ വല്ല ഗ്രേപ്സോ പിന്നെ തക്കാളി അതൊക്കെ ഫേസിൽ തേക്കും. അതല്ലാതെ പാർലറിലൊക്കെ വളരെ റെയറായിട്ടേ പോകാറുള്ളൂ. അതെ. ഒന്ന് ചോദിച്ചോട്ടെ, ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും താങ്കൾ പുരുഷ കേസരി ചെയ്യുന്നു? ഞാൻ പാർലറിൽ പോയി ആകപ്പാടെ ചെയ്യുന്ന ഫേസ് മസാജിയും ഹെഡ് മസാജിയും 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ബാക്കി വീട്ടിൽ ചെയ്യും. ഞാൻ വീട്ടിൽ പപ്പായ യൂസ് ചെയ്യുന്നുണ്ട്. പപ്പായ കഴിക്കാനല്ല ഞാൻ ചോദിച്ചത്. അല്ല, പപ്പായ ഫേസിലിടും. ഈ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ഉറക്കമൊഴിച്ചിൽ അതുപോലെ കറുത്ത പാടുകൾ വരുന്ന സമയത്ത് പപ്പായ നമ്മളൊരു ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ആ പാടങ്ങ് മാറും. പപ്പായയും തേനും കൂടെ മിക്സ് ചെയ്തിട്ട്. ചെറുതേനൊക്കെ ഭയങ്കര പൈസയാണിത്. ചെറുതേനൊന്നും കിട്ടാറില്ല. സാധാരണ 2 ഡാവറിന്റെ നേരെ വഴികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ പാർലറിൽ പോയി ചെയ്യുന്നത് ചിലപ്പോൾ ഒരു മാസത്തെ ഒരു ഫേസ് മസാജ് ചെയ്യും, അത്രേ ഉള്ളൂ. ഈ വേനൽക്കാലത്തിൽ ചെയ്യുന്ന മറ്റൊരു ഐറ്റം പറയൂ. നമ്മൾ കിവി ഫ്രൂട്ടിന്റെ ഫേഷ്യൽ ഭയങ്കര നല്ലതാണ്. ഏതാണ്? കിവി. അത് ഓട്സും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഒരു ഫേസ് പാക്കായിട്ട് ഈവൻ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ തൈരും കിവിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള അത് നമുക്ക് ചെറിയ ഈ കറുത്ത പുള്ളികൾ അതൊക്കെ മാറും. ഇതെല്ലാം ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഇതിന്റെയൊക്കെ അത്യാവശ്യത്തെ അങ്ങേ അറ്റത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കഴിക്കുക എന്നുള്ളതാണ്. കഴിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് സ്കിൻ ഫുഡും കൊടുക്കണം. ശരി, രണ്ടുണ്ട് കാര്യം. അപ്പം ഞാൻ പാർലറിൽ തന്നെ വരണമെന്ന് പറയുന്നില്ല. ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. വീട്ടിൽ ചെയ്യാൻ സമയവും സാഹചര്യം ഇല്ലാത്ത ആൾക്കാർ നമ്മുടെ പാർലറിലേക്ക് വരും, നമ്മൾ ചെയ്തു തരുന്ന കാര്യം. ഈ പറഞ്ഞത് തന്നെയാണ്, വീട്ടിൽ ചെയ്യാൻ സമയം ഇല്ലാത്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ പിന്നെ രണ്ടാമത് പറഞ്ഞത് നടക്കുള്ളൂ. വേറൊന്ന് മടിയാണ്. എന്തിന്റെ മടിയാണ്? ഇതൊക്കെ വീട്ടിൽ ഇതിട്ടോണ്ടൊക്കെ ഇരിക്കാനുള്ള ഒരു മടി. ബ്യൂട്ടി പാർലറാകുമ്പോ ചെന്ന് ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതിയല്ലോ, ക്യാഷും കൊടുത്താൽ മതി. മറ്റേ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യണം. അതിന്റെ ഒരു മടിയുണ്ട്. അതിനൊരു ടച്ച് ഉണ്ട്. പ്രൊഫഷണലി ചെയ്യുമ്പോൾ മസിൽസ് ലൂസ് ആവാ. ഇപ്പം സംഗീത പറഞ്ഞു ഈ ഏജിൽ സംഗീതക്കേണ്ട ആവശ്യമില്ല, അവൾ ഓൾറെഡി സുന്ദരിയാണ്. കുറച്ച് കാലം മാറുന്നോറും കൊളാജൻ, സ്കിന്നിലെ കൊളാജൻ, മസിൽസ് ലൂസ് ആവുക, കൊളാജൻ ലോസ് ആവുക, അങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മൾ അപ്പൊ നമ്മൾ ചിന്തിക്കും ചിലപ്പോൾ പാർലറിൽ പോകണം, മസിൽസ് ലൂസ് ആയിന്നും ഇരട്ട തടി വരിക, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് വരുമ്പോഴാണ് ആൾക്കാർ പാർലറിലേക്ക് വരുന്നത്. സ്ഥിരമായി സീരിയൽ കാണുന്ന ഒരു യുവാവിന്റെ വിവാഹം ഈ അടുത്ത കാലത്ത് നടന്നു. പിറ്റേ ദിവസം രാവിലെ വിവാഹം നടന്നു. രാവിലെ ഈ യുവാവിന്റെ ഭാര്യ ചായ കൊണ്ട് കൊടുക്കുന്നതിന് വേണ്ടി വന്നപ്പോൾ ഇവൻ അവളെ മുഖത്ത് നോക്കി ഒരു ഞെട്ടൽ, ഒരു ഭയങ്കര പ്രശ്നം, വഴക്കായി, ഡൈവേഴ്സായി.
സംഭവം മറ്റൊന്നുമല്ല, സ്ഥിരമായിട്ട് സീരിയൽ കാണുന്ന അവൻ്റെ മനസ്സിലൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. രാവിലെ ഈ കുട്ടി കുളിച്ച് ഒരുങ്ങി ഇതുപോലെ പട്ടുസാരി ഉടുത്ത് ലിപ്സ്റ്റിക് ഇട്ട് നല്ല പൊട്ട് തൊട്ട് കണ്ണെഴുതി ഉണ്ട ജിമിക്കഥ കറക്റ്റ് അങ്ങനെ കുലുങ്ങുന്നതും ജിമിക്കയുമൊക്കെ ആയിട്ട് രാവിലെ തലയിൽ കെട്ടും തോർത്ത് ഈറനണിഞ്ഞ അല്ലേ അതുമായിട്ട് വരും, തുളസി കതിരി സൈഡിൽ ഇങ്ങനെ എറിഞ്ഞ് ചൂടിച്ച് അങ്ങനെ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ കുട്ടി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവളുടെ വീട്ടിൽ ഒരു നൈറ്റി എടുത്തിട്ട് ഒരു താലിമാലയും കൊണ്ടുവന്നു. അതാണ് ആളിന് ഇഷ്ടപ്പെടാത്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പയ്യന്മാർ പോലും യുവാക്കൾ പോലും ഇങ്ങനെ ഒരു കൺസെപ്റ്റ് മനസ്സിലുണ്ട്. സീരിയൽ കാണുന്നത് പോലെ തന്നെ ആയിരിക്കും ജീവിതത്തിൽ ഇങ്ങനെ വരുമെന്ന്. മേക്കപ്പിന് അത്ര മണ്ടന്മാരായിരിക്കും, അല്ലാതെ ആരും അങ്ങനൊന്നും വിചാരിക്കില്ല. അല്ല, എൻ്റെ ഒരു സുഹൃത്തുണ്ട് കേട്ടോ, ഇതേ ചിന്താഗതി ആണ് തീർച്ചയായിട്ടും. അതേ ചിന്താഗതി, അതാ പറഞ്ഞ ജീവിതത്തിൽ പുള്ളി അതുകൊണ്ട് വളരെ പ്രശ്നത്തിലാണ് ഇപ്പോ. ഇതേ ചിന്താഗതിയുള്ള ആൾ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നത്തിലാണ്. അല്ല, സ്വാഭാവികമായിട്ട് ഇത് കണ്ടിട്ട് ഇത് തന്റെ ജീവിതത്തിൽ ഇങ്ങനെ വേണമെന്ന് സ്വാഭാവികമായിട്ട് സാധ്യം പിടിക്കുന്നത് കൊണ്ടാണ്. ഈ മേക്കപ്പോട് കൂടി തന്നെ ഇവരെ കാണണമെന്നുള്ള ഒരു പുരുഷന്റെ അദമ്യമായ ആഗ്രഹമാണ്. അധമമായ ആഗ്രഹം എന്ന് ഞാൻ പറയൂ, അദമ്യമായ ആഗ്രഹം. അത് എന്തെന്നറിയാം, അത് പിന്നെ സംഗീത മേക്കപ്പിനെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ്. ആരാണ് പറഞ്ഞത് സംഗീത മേക്കപ്പ്? അതല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു സ്ത്രീയെ കാണണം, അങ്ങനെ കാണാൻ പറ്റൂ എന്ന് ആഗ്രഹിക്കുന്ന ഒരു പുരുഷന്റെ ആഗ്രഹത്തിനെയാണ് ഞാൻ അദമ്യമല്ല അധമം എന്ന് പറഞ്ഞത്. അങ്ങനെ ആഗ്രഹിക്കാൻ പുരുഷന് ആഗ്രഹിക്കുന്ന രീതിയിൽ സംഗീതം നിൽക്കില്ലല്ലോ. ഇങ്ങനെ ഒരു ആഗ്രഹം നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് ഉണ്ടാവുമോ? സീരിയലിൽ നമ്മൾ അങ്ങനെ കാണുന്നത് കൊണ്ട് നമ്മൾ ഇപ്പൊ ഞാനൊരു പുരുഷനാണ്, അപ്പൊ ഞാൻ സീരിയലിൽ കാണുന്ന സ്ത്രീകൾ ഇങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് എന്റെ റിയൽ ലൈഫും അതും തമ്മിൽ ഒരുമിച്ച് കൂട്ടി ആലോചിക്കാനും മാത്രം ഉണ്ടോ? എങ്കിലും ഞാൻ ചോദിക്കട്ടെ, സ്വന്തം ഭാര്യ കരി മരച്ചോണ്ടിരിക്കുന്ന ഒരു പുരുഷനും അങ്ങനെ ആഗ്രഹിക്കാറുണ്ടോ? കരി വരച്ചെന്ന് വെച്ചാൽ കണ്ണെഴുതിട്ടോ? കണ്ണെഴുതിയിട്ടല്ല, ഞാൻ കുറെ കരി ഇങ്ങനെ വാരി വെച്ചിട്ട് അങ്ങനെ ഒരിക്കലും ആഗ്രഹിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നോർമലി അല്ലേ ആഗ്രഹിക്കുള്ളൂ. ആഗ്രഹിച്ചാൽ എന്താണ് കുഴപ്പം? ആസ്വദിക്കാമല്ലോ. കുഴപ്പമില്ല, പക്ഷെ സ്ത്രീകൾ അത് അംഗീകരിക്കുന്നത് വളരെ അബ്നോർമൽ ആയിട്ടുള്ള ഒരു ആഗ്രഹമാണ്, ഒരു നോർമൽ ആയിട്ടുള്ള ആഗ്രഹം. സംഗീത രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുളിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഒരു ആണുങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, എന്തെങ്കിലും തെറ്റുണ്ടോ? ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിക്കണം ആഗ്രഹിക്കാം. അല്ല, ഈ മേക്കപ്പ് ചെയ്യരുതെന്ന് സ്വന്തമായി തീരുമാനിച്ചതാണ്, അതാരെങ്കിലും പറഞ്ഞതാണോ? മേക്കപ്പ് ചെയ്യരുത് എന്ന് സ്വന്തമായി തീരുമാനിച്ചതല്ല. ഒന്നാമത് ഞാനൊക്കെ വളർന്നു വരുന്ന ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അങ്ങനെ ഒരു മേക്കപ്പ് അങ്ങനെയൊന്നുമല്ല. എന്റെ അച്ഛനും അമ്മയും ഗവൺമെന്റ് സർവൻസ് ആണ്. അല്ല, അങ്ങനെ ഒരു നോർമൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഒരു ലൈം ലൈറ്റുമായി ബന്ധമുള്ള ഒരു ഫാമിലി അല്ല എന്റേത്. അപ്പൊ പിന്നെ ഈ ആകെ മേക്കപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നത് ഡാൻസ് സ്കൂളിൽ നിന്ന് ഇതിന് പ്രോഗ്രാംസിനെല്ലാം പോകുമ്പോൾ മാത്രമേ സ്കൂളുകളിലൊക്കെ. അതല്ലാതെ അങ്ങനെ ഒരു കൾച്ചറേ ഇല്ല. പിന്നെ ഞാൻ ഈ പ്രൊഫഷനിലേക്ക് വന്നതിന് ശേഷമാണ് കുറച്ചും കൂടി എക്സ്പോസ്ഡ് ആവുന്നത്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് പുറത്തിറങ്ങി നടക്കുമ്പോൾ മേക്കപ്പ് വേണോ വേണ്ടയോ എന്നൊരു ചോദ്യം അപ്പോഴാണ് വന്നിട്ടുള്ളത് എൻ്റെ മുന്നിൽ. പക്ഷെ അവിടെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഞാൻ ഒരു അഭിനയിക്കുക അല്ലാതെ സാധാരണ പോലെ പുറത്തിറങ്ങി നടക്കുമ്പം എന്നെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾ ഏറ്റെടുക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ ഞാനായിട്ട് ഏറ്റെടുത്താൽ മതി. അത് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചു? അല്ല, വേറെ ആരും പറഞ്ഞൊന്നുമല്ല. അല്ല, എനിക്ക് ഞാനിപ്പോ അമ്പലത്തിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഞാനൊരു പാർട്ടിക്ക് പോകുമ്പോഴോ ഒക്കെ സംഗീത മോഹൻ ആക്ട്രസ് എന്ന നിലയ്ക്ക് ഒരു അഡ്രസ്സിനേക്കാളും സംഗീത മോഹൻ എന്നൊരു അഡ്രസ് ഞാനാണ്. എനിക്ക് മറ്റേ ഒരു പരിവേഷത്തിന്റെ പുറത്ത്, ഞാൻ ചെയ്യുന്ന ഒരു ജോലിയുടെ പുറത്തുള്ള ഒരു പരിവേഷത്തിന്റെ പുറത്ത് ഞാൻ എന്റെ കാര്യം പറയണേ. അപ്പം അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തത് കൊണ്ട് എനിക്ക് ഡെയിലി ലൈഫിൽ മേക്കപ്പ് വേണ്ടാന്ന് തീരുമാനിച്ചു. അല്ലാതെ ആരും പറഞ്ഞിട്ടൊന്നുമല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ ആരും പറയുന്നോണ്ട് നമ്മളൊന്നും ചെയ്യില്ലല്ലോ. പ്രത്യേകിച്ച് ഞാൻ അറിയാം, അത് മാത്രമല്ല, ഈ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ വിനയം കാണിക്കും, ഒരുപാട് ഉയർന്നതിന് ശേഷം വിനയം കാണിക്കുമ്പോഴാണ് അത് വിനയമായിട്ട് ജനത്തിന് തോന്നുന്നത്, സുഖം. അല്ലാതെ ഒന്നും അല്ലാത്ത ഒരാൾ വിനയം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, മടി, ചെറിയൊരു മടി മേക്കപ്പ് ചെയ്യാൻ ആണ്. അതിനല്ലേ ഇതാ ഇരിക്കുന്ന 4 പേര്. പക്ഷെ അത് വെറുതെ മേക്കപ്പ് എടുക്കാൻ വിട്ടുപോയി, കൊടുത്തിട്ട് പോകായിരുന്നു. കാർഡല്ലേ? വേണ്ട, നമ്പർ പറഞ്ഞാലും മതി, ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തോളാം. ചേച്ചി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സംഗീത ഈ ലെവലില് ചേച്ചിക്ക് എന്ത് തോന്നുന്നു? എന്തൊക്കെയാണ് ഈ ഫേസിലുള്ള ബ്യൂട്ടി അല്ലെങ്കിൽ അതിന്റെ കുറവുകൾ? കാണാൻ പറ്റുമോ? ഇല്ല, പതുക്കെ ഒന്ന് ഫുൾ സ്കാൻ ചെയ്തു. സംഗീതയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആള് സുന്ദരിയാണ്, എന്നാലും ചെറിയ ചെറിയ സ്പോർട്സ്, പിഗ്മെന്റേഷൻസ് കുഞ്ഞു അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ വർക്കിന്റെ ഭാഗമായിരിക്കാം, ഫീൽഡിൽ പോണതും വെയിൽ കൊള്ളണതൊക്കെ ആയിരിക്കാം. ഈ വൈറ്റമിൻ ഡി സൺ ടാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു പരിധി വരെ കുറയ്ക്കാം.
അല്ല ഇപ്പൊ ഓൾറെഡി ഉണ്ടെങ്കിലും മേക്കപ്പിലൂടെ കൺസീലർ ഒക്കെ യൂസ് ചെയ്ത് അതൊന്ന് മായ്ക്കാം. മായ്ച്ചില്ലെങ്കിലും ആളോക്കെയാണ്. നല്ല ഒരു പ്രശ്നമുള്ള ആൾക്കാരെ വിളിച്ച് ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയായിരുന്നു. ഇതൊരു പ്രശ്നമല്ല, വലിയ പ്രശ്നമില്ല. അപ്പൊ അതാണ് ഇത് മേക്കപ്പ് ചെയ്യാ. മേക്കപ്പ് ചെയ്യാത്ത ഒരു പ്രശ്നമല്ല, മേക്കപ്പ് മനോജ് പറ. ചബ്ബി ചീക്സ് ആണ്. അപ്പോൾ അത് ഇപ്പോൾ ഫേസ് ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ഉണ്ട്, ഫേസ് ഫേമിംഗ് എന്നും പറയും. അത് ഈ ഫാറ്റ് നെറ്റ് മുതൽ ഫാറ്റ് ഉണ്ട്, ആ ഫാറ്റിനെ നമ്മൾ കൊണ്ടുവന്ന് ആംപിറ്റിൽ കൊണ്ടുവന്ന് അപ്പോൾ ഈ സ്കിൻ സാഗി ആയിരിക്കാൻ വേണ്ടി ടൈറ്റനിങ് പാക്കും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ യങ് ലുക്ക് വരും. എന്റെ അഭിപ്രായം പറയട്ടെ, ഇതാണ് സംഗീതയുടെ സൗന്ദര്യം. ഇത് അല്ലാതെ സംഗീതയുടെ കവളൊട്ടിച്ച് ഒരുപാട് അങ്ങ് മെലിച്ചു കഴിഞ്ഞാൽ ഈ സംഗീതമല്ല നമ്മൾ പിന്നെ ഉണങ്ങി മാങ്ങേണ്ടി വലിയിരിക്കും. അല്ലല്ല, അങ്ങനെ ആക്കിയാൽ ഓൾറെഡി കറക്റ്റ് ആണ്. ആള് നല്ല സുന്ദരിയാണ്, നല്ല ഫീച്ചേഴ്സ് ആണ്, നല്ല കണ്ണ്, നല്ല മൂക്ക്, നല്ല ലിപ്സ് എല്ലാം ആണ്. ഈ ആത്മവിശ്വാസമാണ് സംഗീതയ്ക്കുള്ളത്. അതുകൊണ്ടാണ് സംഗീത വെളിയിൽ പോകുമ്പോൾ മേക്കപ്പ് ചെയ്യാത്തത്. അതാണ് നേരത്തെ മുൻപേ നോക്കായിരുന്നു പാർലറിലൊക്കെ പോയി, എന്നാലും വിടൂലെന്ന് തന്നെ. ഓയിൽ സ്കിൻ ആയതുകൊണ്ടാണ്. അപ്പൊ ഗ്ലാൻസിന് ഇനാക്റ്റീവ് ആക്കുന്ന രീതിയിലൊരു ചെറിയ ട്രീറ്റ്മെന്റ് ഒക്കെ ഓറഞ്ച് ഫേഷ്യലൊക്കെ ചെയ്താൽ ബെറ്റർ ആണ്. പക്ഷെ ഓറഞ്ച് ജ്യൂസ് പോലും കുടിക്കില്ലല്ലോ, അങ്ങനെയുള്ള ഒരു പരിപാടി ഇല്ലല്ലോ. ഇനി കൂടുതൽ സമയം നിന്ന് കഴിഞ്ഞാൽ അവർ ഫുൾ സ്കാൻ ചെയ്യും. ഒരു ചോദ്യം, ഈ മുഖം കൊണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ഈ മേക്കപ്പ് ചെയ്യാത്ത ഈ മുഖം കൊണ്ട് എത്ര നാളോടെ ഇങ്ങനെ പോകാൻ പറ്റും? അതാ ഞാൻ പറഞ്ഞേ. അപ്പൊ ഞാൻ രാവിലെ കണ്ണാടിയിൽ നോക്കി ഞാൻ ഓക്കെ ആണെന്ന് എനിക്ക് തോന്നിയാൽ എനിക്ക് പുറത്തിറങ്ങാം. അതുപോലെ തന്നെയാണ് സംഗീതയുടെ കാര്യവും. മേക്കപ്പ് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് എനിക്ക് എന്റെ ലിപ്സ്റ്റിക് ഇടാതെ എനിക്ക് പുറത്തിറങ്ങാനേ പറ്റൂല. പോലീസ് പിടിക്കും. അല്ല, എനിക്ക് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടാലേ ഭംഗിയുള്ളൂ എന്ന് എന്റെ തോന്നലാണ്. ഓ, അപ്പൊ ഇതെല്ലാം തോന്നലുകളാണ്. അല്ല, മീൻസ് എന്റെ വിശ്വാസം അതാണ്. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് പറയത്തില്ല നീ ലിപ്സ്റ്റിക് ഇട്ട് എന്റെ അടുത്ത് വരാവൂ എന്ന് പറയാറില്ല. പക്ഷെ നമ്മുടെ ഒരു ആത്മവിശ്വാസത്തിന്റെ പക്ഷെ എന്റെ ഭർത്താവ്, എന്റെ കുട്ടി ഒക്കെ എപ്പോഴും പറയാറുണ്ട്, അമ്മ ഒരു മുടി നരച്ച അമ്മ അതാ കളർ ചെയ്തോ കേട്ടോ, എനിക്ക് സങ്കടം വരുന്നു. കുട്ടിക്കാണ്? കുട്ടിക്ക്. അപ്പോൾ ഞാൻ അവളുടെ കോളേജിൽ ചെല്ലുമ്പോൾ അമ്മയ്ക്ക് കുറെ ഫാൻസ് ഒക്കെ ഉണ്ട് ഇവിടെ, അതുകൊണ്ട് മുടിയൊക്കെ കളറൊക്കെ ചെയ്തേ വരാവൂ, നരയൊന്നും വെളിയിൽ കാണരുത്. പുള്ളി ഇപ്പൊ അവിടെ ഒരുപാട് ആൾക്കാരെ മീൻസ് എല്ലാം നല്ലതായിട്ട് നടക്കുന്ന ആൾക്കാരെയല്ലേ കാണുന്നത്. ഇപ്പൊ നാട്ടിൽ വരുമ്പം പിന്നെ ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല. അയ്യോ, താങ്ക് യു സോ മച്ച്. എല്ലാ ഭർത്താക്കന്മാരും ഭാര്യ സുന്ദരിയായിട്ടിരിക്കണം തന്നെ ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പോഴും പൊന്നമ്മ ചേച്ചി, നെടുമുടി വേണിച്ചേട്ടനൊക്കെ ഈ പറഞ്ഞ കണക്ക് വെളിച്ചെണ്ണ തന്നെയാണ്. ആണുങ്ങൾ ഒരിക്കലും പിന്നീട് കാണാൻ ആഗ്രഹിക്കാത്ത, എന്നാൽ പെണ്ണുങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മറയ്ക്കാൻ ആഗ്രഹിക്കുന്ന. ഞാനിങ്ങനെ മണ്ഡപത്തിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ വൈഫിങ്ങനെ നടന്നു വന്നപ്പോൾ ഞാൻ ഈ പെണ്ണല്ലോ കണ്ടതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഹസ്ബൻഡ് ഇവിടെ ഇല്ലല്ലോ, എന്തെങ്കിലുമൊക്കെ അതുകൊണ്ടെന്ന് കാണിക്കാം. അങ്ങനെ ഉദ്ദേശിച്ചു. ഭർത്താവ് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിന്ന് പൊടിയടിച്ച് വരുമ്പോ ഫേഷ്യൽ ചെയ്തു കൊടുക്കാൻ സമയം കിട്ടാറില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ ക്ലൈന്റ് ആണ്. സൗന്ദര്യം കാണുന്നവന്റെ കണ്ണിലും മനസ്സിലുമാണ്. അല്ല, പല ഫീമെയിൽ ആർട്ടിസ്റ്റുകളും ഞാൻ തർക്കിക്കുന്നത് കണ്ടിട്ടുണ്ട്. സായി ഇന്ന് ഉടുക്കൂല എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സാജൻ, ഭാര്യ ഇതുപോലെ ബ്യൂട്ടി പാർലറൊക്കെ പോകാറുണ്ടോ? ഇതുപോലെ ഇടയ്ക്ക് പോയി ഫേഷ്യലൊക്കെ ചെയ്യാറുണ്ട്. അത് അതിന് അനുവദിക്കാറുണ്ടോ? അത് അവരവരുടെ ഇഷ്ടമല്ലേ, അവരവരുടെ സ്വാതന്ത്ര്യത്തിൽ കയറി നമ്മൾ പറയേണ്ട കാര്യമല്ലോ. ഇത് പറഞ്ഞ അവൾക്കൊരു കോൺഫിഡൻസ്, എവിടെയെങ്കിലും ഒരു കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്ത്, അതും ഇതുപോലെ തന്നെ മാസത്തിലോ 2 മാസത്തിലോ 3 മാസത്തിലോ ഒരിക്കലേ ഉള്ളൂ. അത് ഫംഗ്ഷൻ തൊട്ട് മുമ്പ് ഒരു ദിവസം പോയി ചെയ്യാം. അതാണ് വീട്ടിൽ വെള്ളരിക്ക വെട്ടി കണ്ണിൽ വെക്കുന്നതിന്റെ പ്രശ്നം. അല്ല, അത് വെള്ളരിക്ക വെട്ടി കണ്ണി വെക്കണ ഞാൻ മാത്രമേ ഉള്ളൂ. അത് വീട്ടിൽ ആ ഒരു പരിപാടി ഒന്നുമില്ല. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്താ എന്തെങ്കിലുമൊക്കെ കുറച്ച് വേണമെന്ന് വെച്ചിട്ട് പോയി ചെയ്യുന്നേ ഉള്ളൂ. എന്താണെന്ന് അറിയാം, പൊതുവെ ഭാര്യമാർക്ക് സമയമില്ല ഒന്നും വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്യാൻ. കുട്ടികളുടെ കാര്യം, ഭർത്താവിന്റെ കാര്യമൊക്കെ നോക്കിയിട്ട് പിന്നെ അവർക്ക് എന്തായാലും ഒരു 1 hour അല്ല 2 hour അല്ല 3 hour നമുക്ക് കൊണ്ടുവന്ന് നമുക്ക് പാർലറിൽ വന്ന എല്ലാം ചെയ്ത് അവർക്ക് വൃത്തിയായിട്ട് പുറത്തു പോകാം. എല്ലാ ഭർത്താക്കന്മാരും ഭാര്യ സുന്ദരിയായിട്ടിരിക്കണം തന്നെ ആഗ്രഹിക്കുന്നവരാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാനും അതിൽ തന്നെയാണ് ഞാൻ വരുന്നത്. പണ്ടത്തെ കാലത്ത് ബ്യൂട്ടി പാർലറിൽ ഇല്ലായിരുന്നു. 1940 ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അന്നത്തെ ഭാര്യമാര് നല്ല സുന്ദരിമാരായിരുന്നു. അന്ന് ഫ്ലാറ്റ് അല്ലായിരുന്നു. 1, 2 ഏക്കറിനകത്തൊരു വീടായിരുന്നു. ഇഷ്ടംപോലെ വർക്കിംഗ് വുമൻസ് കുറവാണ് പഴയ കാലത്ത്. അപ്പൊ അവർക്ക് കുറെ സ്പെൻഡ് ചെയ്യാൻ ടൈം ഉണ്ട്. അതുകൊണ്ടാണ് അന്നത്തെ കാലത്ത് അതൊക്കെ നടക്കുന്നത്. ഒരു കാര്യമുണ്ട്, ഈ ഫ്ലാറ്റ് ഒന്നും അല്ലല്ലോ അന്ന്. വലിയ തറവാടും വീടും നമുക്ക് എല്ലാ കാര്യങ്ങളും മഞ്ഞളും സാധനം എല്ലാം അന്നൊക്കെ മഞ്ഞളും എണ്ണയൊക്കെ തേച്ച് കുളിക്കും. ഇപ്പൊ ആർക്കാ സമയം? ചേച്ചി ആ പാടെ 7-8 പ്രാവശ്യം ബ്യൂട്ടി പാർലർ പോയിട്ടുള്ളൂ. ഈ അടുത്ത കാലത്താണോ നേരത്തെയാണോ? ഒരു 10 വർഷത്തിനൊക്കെ മുമ്പ്. അപ്പോ എന്ത് അല്ല, അത്ഭുതമല്ലേ? എന്നിട്ടും ഈ 10 വർഷം കൊണ്ട് ചേച്ചി തന്നെയാണ് സ്വന്തമായി
ചേച്ചിയുടെ സൗന്ദര്യം ഇങ്ങനെ കാത്തു സൂക്ഷിച്ചു? ഞാനൊരു 10-32 വർഷമായി ഫീൽഡിൽ വന്നിട്ട് ഈ 32 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ മേക്കപ്പ് ചെയ്യുന്നുണ്ട്. ഈ മേക്കപ്പ് ചെയ്യുന്നതിലെല്ലാം ഞാൻ ഒരിക്കലും ക്രീം ഉപയോഗിച്ച് ഇന്ന് വരെ മേക്കപ്പ് തുടച്ചിട്ടില്ല. ഞാൻ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിച്ച് മേക്കപ്പ് തുടയ്ക്കാറുള്ളൂ. അപ്പൊ അതൊക്കെ കൊണ്ടാവാം എന്റെ സ്കിൻ ഇങ്ങനെ ഇരിക്കുന്നതെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ താങ്കൾ ആ സ്കിന്നിലൊന്ന് നോക്കിയിട്ട് എത്ര കാലം പോകുമെന്ന് നോക്കി? എനിക്ക് തോന്നുന്നു ഒരു ബ്യൂട്ടീഷ്യൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. അതാ ഞാൻ പറഞ്ഞു, ബ്യൂട്ടി പാർലർ സ്ഥിരമായി കെയർ ചെയ്താൽ സ്ഥിരമായി ഇത് നന്നായി കെയർ ചെയ്യുന്നുണ്ട് മാഡം. പാർലറിൽ വരണമെന്നില്ല. പാർലറിൽ പോകാൻ സമയമില്ലാത്തവർക്ക് വീട്ടിൽ ചെയ്യാം എന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നവർക്ക് വീട്ടിൽ ചെയ്യാം. ഡെയിലി കെയറിങ് അത്യാവശ്യമാണ്. നമുക്ക് വീട്ടിൽ സമയമില്ലാത്തവരാണ് പാർലറിൽ വരേണ്ടത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ബ്യൂട്ടീഷ്യൻ എന്ന് തന്നെ പറയാൻ വേണോ? ഇതൊക്കെ ചെയ്യാനൊരു മനസ്സാണ് വേണ്ടത്, അല്ലാതെ എനിക്ക് സമയമില്ല എന്നൊക്കെ പറഞ്ഞ് മടിച്ചു ഇരുന്നിട്ടൊന്നും കാര്യമില്ല. മറുപടി അതാണ്, സമയം മനസ്സാണ് വേണ്ടത്. സമയം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? എനിക്ക് ബേസിക്കലി ഇല്ലാത്ത ഒരു സംശയം, ഇപ്പൊ നമ്മൾ മേക്കപ്പ് അഴിക്കുന്നത് വെളിച്ചെണ്ണ കൊണ്ട് മേക്കപ്പ് അഴിച്ചു കഴിഞ്ഞാൽ മേക്കപ്പ് അത് മുഖം കറക്കുന്നതാണ്, ശരിയാണ്? അത് വെറുതെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സീനിയർ ആർട്ടിസ്റ്റുകൾ മലയാള സിനിമ ഉണ്ടായ കാലം തൊട്ട്, ഇന്ത്യൻ സിനിമയുടെ ഞാൻ പറയുന്നില്ല, മലയാള സിനിമ ഉണ്ടായ കാലം തൊട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ നസീർ സാറ് പണ്ടൊക്കെ, ഇപ്പോഴല്ലേ ക്രീമൊക്കെ ഇറങ്ങിയത്, ആ പഴയ നടന്മാരും നടികളും ഒക്കെ ഇപ്പോഴും പൊന്നമ്മ ചേച്ചി, നെടുമുടി വേണു ചേട്ടനൊക്കെ ഈ പറഞ്ഞ കണക്ക് വെളിച്ചെണ്ണ കൊണ്ട് തന്നെയാണ്. സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റുകൾ, സ്റ്റേജ് ആർട്ടിസ്റ്റുകൾ, നാടക നടന്മാര്, നടികളും ഒക്കെ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പ്രശ്നമില്ല. പക്ഷെ മുഖത്ത് നിറച്ച് പിമ്പിളുള്ള ഒരാൾ വെളിച്ചെണ്ണ വെച്ച് തേച്ച് കഴിഞ്ഞാൽ അത് കൂടും. കുറച്ച് മെച്ചുവേർഡ് സ്കിന്നിനൊക്കെ ഓയിലി ഭയങ്കര നല്ലതാണ്. അപ്പൊ അത് കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, നിറച്ച് പിമ്പിളും ഓയിലി ഒക്കെ ആണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഹസ്ബൻഡ് ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം ഒക്കെ ചെയ്യോ? പുള്ളിയെ കമ്പൽ ചെയ്യാറില്ല, ഞാൻ അവരുടെ ചോയ്സിന് വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യാറില്ല. മെസ്സേജ് ഒക്കെ ചെയ്യും, ചെയ്ത് കൊടുക്കാറുണ്ട്. ഭയങ്കര റിലാക്സിങ് വരാൻ വേണ്ടി ചെയ്യാറുണ്ട്. ഒരു ആള്, അതൊരു ആണായിരുന്നാലും പെണ്ണായിരുന്നാലും സൂപ്പർ സ്റ്റാർ ആവുന്നത് അവരുടെ കല്യാണ ദിവസമാണ്. അന്നത്തെ സൂപ്പർ സ്റ്റാർ അവരാണ്. ആ ദിവസമാണ് ബ്യൂട്ടീഷ്യൻ നിങ്ങൾക്ക് കോള്, അല്ലേ? കൊയ്ത്തെന്ന് പറയും, കൊയ്ത്ത് കാലം. ഒരു പെണ്ണ് കണ്ട് ആ പെണ്ണ് ഇങ്ങനെയാണെന്ന് മനസ്സിലുറച്ച് കല്യാണം നിശ്ചയിച്ച് തിരിച്ച് പന്തലിലേക്ക് കെട്ടാൻ വേണ്ടി പയ്യൻ വരുമ്പോൾ അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ചില പെണ്ണുങ്ങൾ അവിടെ നിൽക്കുന്നത് കാണാം. ഇത് എൻ്റെ അനുഭവത്തിൽ സിമ്പിൾ മേക്കപ്പ്. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത്. രൂപം വരെ മാറ്റിയ സംഭവങ്ങളുണ്ട്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ വധുവിന് ഭയങ്കര രസമാണ്. കാരണം 10-12 വർഷം കഴിഞ്ഞതിന് ശേഷം വളരെ നെടുവീർപ്പോടുകൂടി ആണുങ്ങൾ ഒരിക്കലും പിന്നീട് കാണാൻ ആഗ്രഹിക്കാത്ത, എന്നാൽ പെണ്ണുങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഈ ആൽബം എടുത്ത് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കും. ഈശ്വര, ഞാൻ ഇങ്ങനെയാണോ ഇരുന്നത് പണ്ട്? ഈ കല്യാണ സീസൺ ഒരു കൊയ്ത്ത് കാലം തന്നെയാണല്ലേ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തോന്നാറുണ്ടോ? ബിസിനസ് കൂടുതൽ നടക്കുന്ന ആ സമയത്താണ്. കണ്ട, ഒരു ഒറ്റ പുരുഷനാണ് ഇതിൽ സത്യം പറഞ്ഞത്. ബിസിനസ് കൂടുതൽ നടക്കുന്നത്. വാക്കാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരുന്നത്. അപ്പൊ കൊയ്ത്ത് ഏത് പ്രൊഫഷനും നമ്മൾ പൈസ ഉണ്ടാക്കാൻ തന്നെയാണ്. തീർച്ചയായിട്ടും കൊയ്ത്ത് എന്ന് പറയുന്നത് ഞാനോ, കൊയ്ത്ത് എന്ന് പറയുന്ന വാക്ക് ഞാനോ എന്റെ കുടുംബക്കാരോ മലയാളത്തിൽ ഉണ്ടാക്കി വെച്ച ഒരു സാധനമല്ല. കൊയ്ത്ത് കാലം തന്നെ. അതെ, നമ്മളിങ്ങനെ കൊയ്തെടുക്കാന്ന് വെച്ചാൽ നമ്മളും സ്ട്രെയിൻ ചെയ്തിട്ട് തന്നെയാണ് എടുക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ ജോലിക്കും സ്ട്രെയിൻ ഉണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്ന സീസൺ, കാശ് കൂടുതൽ കിട്ടുന്ന, അതായത് എനിക്ക് തോന്നുന്നു ഈ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഓണം തുടങ്ങി. നമ്മുടെ കൂട്ടുകാരുടെ വൈഫ്, പുള്ളി വെളുത്തിട്ടാണ്, പുള്ളിയുടെ വൈഫ് നല്ല കറുപ്പാണ്. അവർ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് വന്നിട്ട് ഭർത്താവിനോട് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്. അപ്പൊ പുള്ളി പറയണം, കൊള്ളാം, ആന മുറുക്കാൻ ചവച്ചതുപോലെ ഉണ്ടോ. അതാണ് ഞാൻ ചോദിച്ചത്, ഇതിന്റെ ഈ ഒരു അളവ്. ഇപ്പൊ നേരത്തെ ഒരുക്കിന്റെ കാര്യം തന്നെ പറഞ്ഞല്ലോ, എല്ലാരും ഒരുപോലെ ഓവർ മേക്കപ്പ് ഇടണമെന്നില്ല. ചിലർ ബ്രൈഡ്സിനെ ഒരുക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആവാറുണ്ട്. നിറം കുറഞ്ഞവരും വലിയ പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ ഒരുക്കുന്നവരും ഉണ്ട്. അല്ല, അങ്ങനെ ഒരു അനുഭവം ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം കല്യാണ പന്തലിൽ സ്വാഭാവികമായിട്ട് കല്യാണ പന്തൽ കഴിഞ്ഞതിന് ശേഷം വധുവിനും വരനും 2 റൂം ഉണ്ടായിരിക്കും. അതിൽ വരൻ്റെ റൂമായിരിക്കും വളരെ കൊച്ച്, അതിൽ ചെറിയൊരു കണ്ണാടിയുമായിരിക്കും. വധുവിൻ്റെ റൂം വളരെ വലുതായിരിക്കും, AC ആയിരിക്കും, 4 സൈഡും കണ്ണാടിയുമായിരിക്കും. ഇതെന്താണ് അങ്ങനെ വയ്ക്കണമെന്ന് എനിക്ക് തന്നെ ഇപ്പോൾ അറിഞ്ഞൂടാ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരുക്കം കൂടുതലുള്ളത് വധുവിനാണ്. എനിക്ക് ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കല്യാണ സമയത്ത് ഞാനിങ്ങനെ മണ്ഡപത്തിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ വൈഫ് ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഞാൻ ഈ പെണ്ണല്ലോ കണ്ടതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അത് വേറെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. തിരിച്ചും അതുപോലെ മുമ്പത്തെക്കാളും നന്നായിരിക്കുകയും ചെയ്യാം. അവിടെയും പ്രശ്നമുണ്ട്. അതവന്റെ മനസ്സിൽ ആ നന്നായിട്ടുള്ള ചിത്രവുമായി വന്നതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ എണീറ്റ് നോക്കുമ്പോൾ കുളിച്ചിട്ട് ഒരു ബന്ധമില്ലാത്ത വേറെ സാധനം. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു സ്കിൻ സെൻസ് ഈ കുട്ടിക്ക് ഇത്രേ ഉപയോഗിക്കാവൂ
എന്നില്ലേ? സ്കിന്നിൽ ഡിപ്പെൻഡന്റ് ആണ്. എന്ത് കളർ പല ഷെയ്ഡ്സ് ഉണ്ട് ലിപ്സ്റ്റിക്കിന്റെ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഡാർക്ക് സ്കിൻ ടോൺ ഉള്ള ഒരാള് ബ്രൈറ്റ് റെഡ് ലിപ്സ്റ്റിക് എടുത്തിട്ടാൽ എനിക്ക് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, സംഗീതയ്ക്ക് പറ്റിയ ടോൺ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. നോർമൽ ടോൺ തന്നെ വളരെ നല്ലതാണ്. അതിന് 2 മറുപടി ഉണ്ട്. ഒന്ന്, ഞാൻ മേക്കപ്പ് ചെയ്യാത്ത ആളല്ല, ഞാൻ നല്ല മോശമില്ലാത്ത രീതിയിൽ എൻ്റെ ഷൂട്ടിന് മേക്കപ്പ് ചെയ്യുന്ന ആളാണ്. സെൽഫ് മേക്കപ്പ് ഞാൻ വൃത്തിയായി ചെയ്യുന്ന ആളാണ്. എൻ്റെ എല്ലാ ഷൂട്ടിൻ്റെ സീൻസിനും ഞാൻ തന്നെയാണ് മേക്കപ്പ് ചെയ്യുന്നത്. നോർമലി മേക്കപ്പ് ചെയ്യാറില്ല എന്നുള്ളേ ഉള്ളൂ. അപ്പം അല്ല, ഷൂട്ട് അല്ലാത്തപ്പം പ്രൊഫഷണലി ഒരു ക്യാരക്ടറിന് ആവശ്യമല്ലാത്തപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യാറില്ല. അപ്പൊ ചേച്ചിയോടത്താണ് എന്റെ ചോദ്യം. ചേച്ചി അതിനോട് യോജിക്കുന്നുണ്ടോ ചേച്ചി? ഇപ്പൊ ഓരോരുത്തർ ഓരോ ക്യാരക്ടർ ആണല്ലോ, ഓരോ സ്വഭാവക്കാരാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ഫംഗ്ഷൻ പോകുമ്പോൾ ഓവറായിട്ടൊന്നും ചെയ്തില്ലെങ്കിൽ എനിക്ക് അത്യാവശ്യം എന്റെ 2 മണിക്കൂർ വേണം സ്കിന്നിന് 2 മണിക്കൂറൊന്നും ഇല്ലെങ്കിൽ 4 മണിക്കൂർ എടുക്കും. ഇല്ല, വീട്ടിൻ്റെ അകത്ത് ഞാൻ ഒന്നും മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല, ആടയാഭരണങ്ങളൊന്നും ഇടാറില്ല, ലൈറ്റായിട്ട് നിൽക്കാറുള്ളൂ, ഒന്നുമില്ല. പക്ഷേ പുറത്ത് പോകുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് നമ്മളെ സമൂഹം വിലയിരുത്തുന്ന കനകലത, ഒരു ആർട്ടിസ്റ്റ്. നമ്മൾ ഒരു മേക്കപ്പും ഇല്ല, ഒരു കൂതറ ഡ്രസ്സിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ അവിടെ പെട്ടെന്ന് അങ്ങനെ ഒരു ദിവസം വീട്ടിലിരിക്കുന്ന സമയത്ത് വയറുവേദന വരുന്നു, ആശുപത്രിയിൽ പോകണം, മേക്കപ്പ് ചെയ്യൂ? ഒരിക്കലും ഇല്ല. അതാണ് ഞാൻ ചോദിച്ചത്. വെളിയിറങ്ങുമ്പോൾ ഒരിക്കലും ഇല്ല. നമ്മൾ ഫംഗ്ഷന് പോകുമ്പോൾ മാത്രം. ഫംഗ്ഷന് വെളിയിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് മരണ വീട്ടിൽ പോകുമ്പോൾ മേക്കപ്പ് ചെയ്തിട്ട് പോകാൻ പറ്റും. ഇതുപോലെ ഇപ്പൊ മരണ വീട്ടിൽ പോകാൻ പറ്റുമോ? ഈ ഒരു സെൻസാണ്, ഈ ഒരു തിരിച്ചറിവാണ് ചേച്ചി ഇങ്ങനെ മഹാമേരു കണക്ക് ഇതിനകത്ത് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കാണിക്കാം. ഭർത്താവ് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിന്ന് പൊടിയടിച്ച് വരുമ്പോ ഫേഷ്യൽ ചെയ്തു കൊടുക്കാൻ സമയം കിട്ടാറില്ലെന്നേ ഉള്ളൂ. അപ്പൊ ക്ലൈന്റ് ആണ് സൗന്ദര്യം കാണുന്നവന്റെ കണ്ണിലും മനസ്സിലുമാണ്. അല്ല, പല ഫീമെയിൽ ആർട്ടിസ്റ്റുകളും ഞാൻ കണ്ടിട്ടുണ്ട്, സായി ഇന്ന ഉടുക്കൂല എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരാളുടെ തൊലിയുടെ നിറമോ അല്ലെങ്കിൽ അയാളുടെ ഫീച്ചേഴ്സോ വെച്ചിട്ടല്ല ഒരാളുടെ സൗന്ദര്യം ഞാൻ കാണുന്നത്. ഇയാൾക്ക് അറിയാൻ പറ്റത്തില്ല, ഇയാൾ മൊത്തം കൊണ്ട് തട്ടിയിട്ടിട്ട് വീട്ടിൽ കളിക്കിട്ട് ഉണ്ട്. അയാള് മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ വന്നിരുന്നാ മതിയായിരുന്നു. വീട്ടിൽ തന്നെയാണോ ബ്യൂട്ടി പാർലർ? പിന്നെ എവിടെയാണ്? വെള്ളയമ്പലം. ശരി, ഒരു ദിവസം എത്ര ക്ലൈന്റ് ഉണ്ടാവും? അത് സീസൺ അനുസരിച്ചാണ്. സീസൺ അനുസരിച്ചാണ്. സാറ്റിസ്ഫൈഡ് ആണ് ഈ ജീവിതത്തിൽ? ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണോ? അതെ. അതോ ചോദിക്കോ വെറുതെ നീ എന്തിനാ ആവശ്യമില്ലാതെ? ഇല്ല, ഹസ്ബൻഡ് ഇവിടെ ഇല്ലല്ലോ, എന്തെങ്കിലുമൊക്കെ അതുകൊണ്ട് കാണിക്കാം. അങ്ങനെ ഉദ്ദേശിച്ചില്ല. പകൽ സമയം അല്ല, ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പരിധിവരെ സമയം പോകുവാനും വരുമാനം ഉണ്ടാക്കുവാനുള്ള നല്ലൊരു മാർഗം തന്നെയാണ്. എന്തുകൊണ്ടാണ് സ്ത്രീകൾ തെരഞ്ഞെടുക്കുന്ന ഇതിൽ താങ്കൾ വന്നത്? നമ്മുടെ പാർലർ സ്ത്രീകൾ പുരുഷന്മാർ രണ്ടും ഉണ്ട്. വൈഫും ബ്യൂട്ടീഷ്യനാണ്. നമ്മുടെ വീടിനോട് ചേർന്നാണ് മെയിൻ പാർലർ. വൈഫ് ഇതിന് വന്നതിന് ശേഷമാണ് ഇത് പഠിച്ചത്? അതെ, കല്യാണത്തിന് ശേഷം ഞാൻ തന്നെ പഠിപ്പിച്ച്. രണ്ടുപേരും നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്, നല്ല കാശും കിട്ടുന്നുണ്ട്. നല്ല കാശും കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഭാര്യയ്ക്കാണോ ഭർത്താവിനാണോ ക്ലൈന്റ് കൂടുതൽ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ചിലപ്പോൾ വരുമ്പോൾ ഹസ്ബൻഡും വൈഫും കൂടെ ആയിരിക്കും വരുമ്പോൾ. അപ്പോൾ ഹസ്ബൻഡ് ഞാൻ ചെയ്യുന്ന സമയത്ത് വൈഫിന് എൻ്റെ വൈഫ് ചെയ്യും. പിന്നെ സ്റ്റാഫ് ഉള്ള സമയത്താണെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് ചെയ്തുകൊണ്ട് പോവാം. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? കൺസ്ട്രക്ഷൻ ഫീൽഡിൽ. ഓ, രണ്ട് എക്സ്ട്രീമാണ്, ഒന്ന് കൺസ്ട്രക്ഷനും ഒന്ന് ബ്യൂട്ടി പാർലറും. എന്താ പറഞ്ഞിട്ടുണ്ടോ ഇതിന്റെ ആവശ്യമില്ലാന്ന്? ഇല്ല. ഭർത്താവ് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിന്ന് പൊടിയടിച്ച് വരുമ്പോൾ ഫേഷ്യൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വരുമ്പോൾ ചെയ്ത് കൊടുക്കാറുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. ഇല്ല. നല്ല ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അപ്പൊ പരീക്ഷണമൊക്കെ നടത്താം. ആണ് ഭർത്താവ് ചെയ്തു കൊടുക്കാൻ സമയം കിട്ടാറില്ലെന്നേ ഉള്ളൂ. അപ്പൊ ക്ലൈന്റ് ആണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം, സമയം കിട്ടാറില്ല. ഇല്ലേ കുറച്ചുകൂടെ സുന്ദര കുട്ടപ്പനാക്കിയേനെ അല്ലേ? ക്ലയൻസിന്റെ പ്രശ്നമാണ്. നമ്മുടെ ആഭ്യന്തര സർവീസ് കഴിഞ്ഞതിന് ശേഷം പുറത്തുള്ള ക്ലയൻസിനെ എടുത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടെ അത് വീടാകുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൈം വെച്ചാലും അവർ നമ്മൾ എപ്പോഴും അവിടെ ഉണ്ടാവുമല്ലോ എന്നുള്ള ഒരു ഇതില് കസ്റ്റമേഴ്സ് വരാറുണ്ട്. അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സ് സ്ഥിരമുള്ള ആൾക്കാരാകുമ്പോൾ നോ പറയാൻ മടിച്ച് നമ്മൾ അവർ റിസീവ് ചെയ്യാറുണ്ട്, വർക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഫ്രീ ടൈം വളരെ കുറവായിട്ടാണ് കിട്ടാറ്. അതുകൊണ്ടാണ് ഇപ്പൊ വീട്ടിൽ തന്നെ പാർലർ വെച്ചാൽ രണ്ട് ഉപയോഗമുണ്ട്. കാര്യം പച്ചക്കറി വാങ്ങിക്കാൻ നമുക്ക് കറിയും വയ്ക്കാം, ഇതിന്റെ ഇടയിൽ നമുക്ക് കസ്റ്റമേഴ്സിന്റെ അടുത്ത് സാധനങ്ങൾ വെച്ച് ചെയ്യുകയും ചെയ്യും. ഒരു കാര്യം ചോദിച്ചോട്ടാ, ഫേസിന് ഏതൊക്കെ വെജിറ്റബിൾസ് നമുക്ക് യൂസ് ചെയ്യാം? ക്യാരറ്റ്, കുക്കുംബർ, ബീറ്റ്റൂട്ട്, ഒരുവിധപ്പെട്ട മിക്കവാറും എല്ലാം. നെയ്യപ്പം തന്ന രണ്ടുണ്ട് കാര്യം എന്ന് പറയുന്ന പോലെ വീട്ടിൽ പച്ചക്കറി വാങ്ങിച്ചു കഴിഞ്ഞാൽ ക്ലയന്റിനെയും സമാധാനിപ്പിക്കാൻ നമുക്ക് ചെയ്യാം അല്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതിൽ അംഗീകരിക്കപ്പെട്ട ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എന്താണ് ഒരു ബ്യൂട്ടീഷ്യനെ? ഞാൻ ഷാനാസിന്റെ ഡിപ്ലോമയാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്. അതിന്റെ അതോറിറ്റി ആരാണ്? ഷനാസ് ഹുസൈനാണ്. അത് ഓക്കെ, ഞാൻ പറയുന്നത് വ്യക്തമായി അല്ലാതെ തന്നെ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ ഉണ്ട്, കേന്ദ്ര ഗവൺമെന്റ് ഡിപ്ലോമ കോഴ്സുകളൊക്കെ ഉണ്ട്. പിന്നെ വിമൻസ് കോളേജില് ബേസിക് കോഴ്സ് ചെയ്യുന്നുണ്ട്.
അതൊക്കെയാണ് ഇതിന്റെ അപ്പൊ എന്ത് പഠിച്ചെന്ന് പറഞ്ഞാലും പ്രാക്ടീസ് വേണം. സാജൻ, സീരിയലിൽ അല്പം പ്രത്യേകിച്ച് സ്ത്രീകൾ ഇത്തിരി മേക്കപ്പ് കൂടുതലാണ്. അങ്ങനെ കൂടുതലെന്ന് പറയാൻ പറ്റില്ല. അല്ല, ഞാൻ രാവിലെ ഉറക്കമണീറ്റ് വരുന്ന അമ്മ പട്ടുസാരി ഉടുത്ത് ലിപ്സ്റ്റിക്കും തൊട്ട്. തീർച്ചയായിട്ടും അത് നേരത്തെ പറഞ്ഞതുപോലെ കാണുന്നവർക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ എന്തും ചെയ്തൂടെ എന്നാ പിന്നെ? അല്ല, അതൊരു ലോജിക്കൽ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞ അത് എല്ലാ സീരിയലിലും ചെയ്യുന്നതല്ല. എനിക്ക് വളരെ ചുരുക്കം 1-2 സീരിയലിൽ ചെയ്യുന്ന കാര്യമാണ് ഇതെല്ലാ സീരിയലിന്റെ കാര്യവും പറയുന്നത്. അതാണ് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന എല്ലാ സീരിയലിലും അങ്ങനെ ലോജിക്ക് വിട്ടിട്ടുള്ള ഒരു കാര്യങ്ങൾ ഡയറക്ടർ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലര് സമ്മതിക്കും. സിനിമ അല്ലെങ്കിൽ സീരിയൽ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് പനോരമയ്ക്ക് അയക്കുന്ന അവാർഡ് മൂവി പോലെ വളരെ ലോ ലൈറ്റിൽ അത്യാവശ്യത്തിന് മാത്രം ഡയലോഗ്സും പറഞ്ഞ് ബാക്കി സൈലൻസിൽ റിയൽ ആയിട്ടുള്ള ഫേസിൽ ഓയിലൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്താൽ ഒരാൾക്കും കാണാൻ അല്ല. പല ഫീമെയിൽ ആർട്ടിസ്റ്റുകളും ഞാൻ കണ്ടിട്ടുണ്ട്. സായി ഇന്ന് ഉടുക്കൂല എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വരുമ്പോൾ അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പം അതാണ് ബേസിക്കലി സിനിമേന്റെയും സീരിയലിന്റെയും ഒക്കെ ഒരു പ്രശ്നം. അതാ കാരണം നമ്മൾ എല്ലാവരും ഇപ്പൊ സ്റ്റാർ പ്ലസിലെയും ഒക്കെ കാണുന്നില്ലേ നമ്മൾ സീരിയൽസ് ഒക്കെ വളരെ ബ്രൈറ്റ് ആണ്, വളരെ റിച്ച് ആണ്. അപ്പം നമ്മൾ ടി വി തുറന്ന ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ കാണാനിരിക്കുമ്പം ഇത്രയും നല്ല ബ്രൈറ്റ് ആൻഡ് റിച്ച് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ജനറലി ഓഡിയൻസ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള ഒരു വാസ്തവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുങ്കുമപ്പൊക്കെ ചെയ്യുമ്പോൾ അതിൽ ആശാശരത്തിന്റെ സാരി കാണാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് പേരുണ്ട്. ഇപ്പൊ നമ്മൾ കോസ്റ്റ്യൂമിൽ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ടാണ്. നമ്മൾ കോസ്റ്റ്യൂം ശ്രദ്ധിക്കുന്ന സാജന്റെ അതിനകത്ത് ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂംസ് നല്ല ഭംഗിയുണ്ട്. അപ്പൊ അതെ, അത് അങ്ങനെ ഒരുപാടുണ്ട്. അവിടുത്തെ വേറെ പാറ്റേൺ അങ്ങ് പോയി വലിച്ചുവാരി എടുത്തു കഴിഞ്ഞാൽ ആ സാരിക്ക് ഒരിക്കലും ഒരു ഭംഗി കാണില്ല. അത് സ്ട്രക്ചറും ഉടുപ്പിക്കലും അത് രണ്ടും ഡിപെൻഡന്റ് ആണ്. അതിനകത്ത് നമ്മുടെ കുങ്കുമപ്പൂല് കലാരഞ്ജിനി ചേച്ചി ഒരു സെറ്റ് സാരിയിലുള്ള പല മോഡൽസ് ചെയ്തു. അപ്പൊ അത് കാണാൻ വേണ്ടി ആൾക്കാരുന്നുണ്ട്. അത് കലച്ചേച്ചിന്ന് അത് പോയി അത് വേറെ ഏതോ കമ്പനിക്കാർ ആ സാധനം ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് അതൊക്കെ വളരെ കൃത്യമായി ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് മലയാളി. തീർച്ചയായിട്ടും അതിലെ കണ്ടിന്യൂറ്റി നമ്മുടെ അപ്പൊ തന്നെ പലരും പല റോഡിൽ വെച്ച് കാണുമ്പോഴും പലരും പറയാറുണ്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മറ്റേ നീല ബ്ലൗസ് ആയിരുന്നു, തിരിച്ച് അപ്പുറത്തെ റൂമിൽ പോയപ്പോൾ ചുവന്ന ബ്ലൗസ്. അപ്പൊ അതുവരെ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് ആൾക്കാർ. സീരിയൽ എന്ന് പറഞ്ഞാൽ ഒന്ന് കണ്ടുപോകുന്ന ഒരു സാധനമാണ്, എന്നാൽ കൂടി അവരത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അത്ര ശ്രദ്ധയുള്ള ആൾക്കാരാണ് മലയാളി. അതാണ് നിങ്ങളുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം അല്ലേ? മുമ്പത്തെ കാലം ഒരുപാട് ഒരുങ്ങി നടക്കണമെന്ന് മലയാളി ആഗ്രഹിക്കുന്നു. ഒരുങ്ങി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുപാടൊന്നും ഇല്ല. ഒരുപാട് ഒരുങ്ങുണ്ടല്ലോ. നമ്മള് ബേസിക് ആയിട്ട് ഇപ്പം മേക്കപ്പ് പുറമേ ഇടുന്ന മേക്കപ്പിനെക്കാട്ടി കൂടുതൽ നാച്ചുറലായിട്ട് അത് എങ്ങനെ വൃത്തിയാക്കി എടുക്കാം എന്നാണ്. പിന്നെ മേക്കപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ മുമ്പ് ഏത് ഒക്കേഷൻ അതിനനുസരിച്ച് നമുക്ക് മേക്കപ്പ് ചെയ്യാം. അതെ, അപ്പൊ നമുക്ക് ഉള്ള സൗന്ദര്യം എങ്ങനെ നന്നാക്കി എടുക്കാം എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടോ? ഇല്ല, അങ്ങനെ തന്നെയാണ്. അതുപോലെ നമ്മൾ പക്ഷേ ഈ ആഴ്ച കെട്ടൽ മുളച്ചിരുന്നത് നമ്മൾ ഒരുപാട് കണ്ടു. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ എന്തൊക്കെ ചെയ്ത് എന്തൊക്കെ ആവും? ഒന്നും ആവില്ല. അതാണ് ഞാൻ ചോദിച്ചത്. ഫെയർ ആൻഡ് ലവ്ലി തോറ്റു. നല്ല കണ്ണുണ്ട്, ലിപ്സ് നല്ലതാണ്, കുറച്ച് കാര്യങ്ങൾ ഇന്ത്യൻ കറുപ്പാണ്. ആ ആള് വെളുത്ത എങ്ങനെ ഇരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മാത്രമല്ല എത്ര വെയിൽ കൊണ്ടാലും കറക്കില്ല. അല്ല, ഇവന്റെ ഈ രൂപം കൊണ്ടാണ് നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത്. നീ വെളുത്ത ഞാനും വിളിക്കില്ല. ഞാൻ ഒരാളുടെ തൊലിയുടെ നിറമോ അല്ലെങ്കിൽ അയാളുടെ ഫീച്ചേഴ്സോ വെച്ചിട്ടല്ല ഒരാളുടെ സൗന്ദര്യം ഞാൻ കാണുന്നത്. പുറമേ കാണുന്ന ഔട്ട്ലുക്ക് ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്, ഒരു അട്രാക്ഷൻ. പക്ഷെ അടുത്തറിയുമ്പം മൈൻഡ് നല്ലതാണെങ്കിൽ നമുക്ക് അട്രാക്ഷൻ നിറം കുറഞ്ഞവരും ഉണ്ടാവാം. ഇയാൾക്ക് അറിയാൻ പറ്റത്തില്ല, ഇയാൾ മൊത്തം കൊണ്ട് തട്ടിയിട്ടിട്ട് വീട്ടിൽ കളിക്കിട്ട് ഉണ്ട്. അയാള് മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, പേര് പറയുന്നില്ല. ഞാൻ വന്നിരുന്നാ മതിയാണ്. സൗന്ദര്യം മുഖത്തല്ല മനസ്സിലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഫസ്റ്റ് കോൺവെർസേഷൻ അതായിരുന്നു. സൗന്ദര്യം കാണുന്നവന്റെ കണ്ണിലും മനസ്സിലുമാണ്. അങ്ങനെ ഒരു കൺസെപ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ടി വി സീരിയലൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, ടി വി സീരിയലിന് എല്ലാത്തിന്റെ ഒരു മാനദണ്ഡമായിട്ട് എടുക്കരുത്. അല്ല, ഒരിക്കലല്ല. ടി വി സീരിയൽ ഒരിക്കലും മുരുകന്റെ കാര്യം പറഞ്ഞപ്പം മുരുകൻ കറുപ്പാണ്, വെളുപ്പാണ്, മുരുകന് സുന്ദരനാക്കാൻ പറ്റുമോ ആക്കാൻ പറ്റില്ലേ എന്നൊക്കെ പറഞ്ഞു. മുരുകൻ സൗന്ദര്യം ഇപ്പൊ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ നിർവചിക്കാൻ പറ്റും? എങ്ങനെ നിർവചിക്കാൻ പറ്റും? എന്റെ കണ്ണിൽ ഞാൻ പറയുന്നത് വർമ്മയുടെ അഭിപ്രായമല്ല. ഉണ്ടോ ഇല്ലേ പറയും, ഞാൻ ഉണ്ടെന്ന് പറയും. ഇന്നത്തെ സൂപ്പർ സ്റ്റാർ മുരുകനാണ്. കാഴ്ചപ്പാടാണ്. ഞാൻ ഒരാളുടെ തൊലിയുടെ നിറമോ അല്ലെങ്കിൽ അയാളുടെ ഫീച്ചേഴ്സോ വെച്ചിട്ടല്ല ഒരാളുടെ സൗന്ദര്യം ഞാൻ കാണുന്നത്. ശരി, അപ്പൊ ബ്യൂട്ടീഷ്യൻസിനോട് സ്വാഭാവികമായിട്ട് ചോദിക്കാം, സൗന്ദര്യം എന്നാൽ എന്ത് എന്ന് ഒരാൾ ചോദിച്ചാൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എങ്ങനെ മറുപടി പറയും? പുറമേ കാണുന്ന ഔട്ട്ലുക്ക് ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്,
ഒരു അട്രാക്ഷൻ. പക്ഷെ അടുത്തറിയുമ്പം മൈൻഡ് നല്ലതാണെങ്കിൽ നമുക്ക് അട്രാക്ഷൻ നിറം കുറഞ്ഞവരും ഉണ്ടാവാം. അതാ പോയിട്ട്. എന്താണ് സൗന്ദര്യം എന്ന് ചോദിച്ചാൽ ഒരു 2 വാചകത്തിൽ സൗന്ദര്യം ഹെൽത്ത് റിലേറ്റഡ് ആണ്. അതായത് ഇപ്പൊ ആരോഗ്യവും. അതെ. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ശ്വസിക്കുന്നത് പോലെ തന്നെ സ്കിൻ ശ്വസിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിന് തടസ്സം വരുമ്പോഴാണ് ഈ കറുത്ത പാടുകൾ, ഉണ്ണി, വാട്സ്, കരിമ്പാറ അങ്ങനത്തെ വരുന്നത്. അതെ. അപ്പോൾ ആ ബ്രീത്തിങ് കറക്റ്റ് ചെയ്യാനും പിന്നെ ഈ വീട്ടിൽ നമ്മൾ ഫേഷ്യലിൻ്റെ കിറ്റുകൾ വാങ്ങിച്ചു കൊണ്ട് ചെയ്യുമ്പോൾ അതിന് കുറച്ച് പരിധിയുണ്ട്. അതായത് പ്രഷർ പോയിന്റുകളൊന്നും മസാജ് കിട്ടത്തില്ല. അത് പക്കായിട്ട് പഠിച്ച ആൾക്കാർക്ക് ആ പ്രഷർ പോയിന്റുകൾ എവിടെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാസത്തിൽ ഒരിക്കൽ പാർലറിൽ പോയി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ആവും. പിന്നെ സ്റ്റീം ചെയ്യുമ്പോഴത്തേക്ക് പോസൊക്കെ ഓപ്പൺ ആവും. അപ്പോൾ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആണ്. അതെ. ഞാൻ പറയുന്നത് നിങ്ങൾ എന്നും ബ്യൂട്ടി പാർലറിൽ ചെയ്യണമെന്ന് പറയുന്നില്ല. മാസത്തിൽ ഒരിക്കലെങ്കിലും, അതായത് ഡെഡ് സെൽസ് നമുക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് നമ്മൾ വീട്ടിൽ സ്ക്രബ് അടിച്ച് ചെയ്യുമ്പോൾ അതിന്റെ പ്രഷർ എത്ര ചെയ്യണമെന്ന് അറിയത്തില്ല. ടി വിയിലൊക്കെ കാണിക്കുന്ന കണ്ടിട്ട് അതുപോലെ ചിലർ പല നല്ല വെളുക്കട്ടെന്ന് വിചാരിച്ച് നല്ല അമർത്തി തേക്കുന്നവരുണ്ട്. അതെ അതെ. അതിലൊന്നും ഒരു കാര്യമില്ല. ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ബ്ലീച്ച് ക്രീം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അതിനകത്ത് ആക്ടിവേറ്റർ ഒരുപാടുണ്ട്. ആവശ്യത്തിനും അധികമാണ് അവർ കൊടുക്കുന്നത്. ഇതിൻ്റെ കുറച്ച് ഒരു നുള്ളെടുത്താൽ മതി. ഇയാൾക്ക് അറിയാൻ പറ്റത്തില്ല. ഇയാൾ മൊത്തം കൊണ്ട് തട്ടിയിട്ടിട്ട് വീട്ടിൽ കളിക്കിട്ട് ഉണ്ട്. അയാൾ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, പേര് പറയുന്നില്ല. അയാളുടെ മുഖം അത്രയും കറുത്തുപോയി. ഏതൊരു പ്രോഡക്റ്റും യൂസ് ചെയ്യുമ്പോൾ പ്രൊഫഷണലി യൂസ് ചെയ്യാം. വീണ്ടും അവരുടെ പരസ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെ കൺസൾട്ട് ചെയ്യൂ, ഞങ്ങളെ കൺസൾട്ട് ചെയ്തു. പുരുഷന്മാർക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാൻ പറയാൻ. സൗന്ദര്യം കൂടെ കിരണ് സുന്ദരനാണോ താല്പര്യമുണ്ട്? എല്ലാം ബാക്കി എല്ലാവർക്കും കൂടിയാണ്. എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് കിരൺ ചോദിച്ചത്. തീർച്ചയായും സുന്ദരനാണോ താല്പര്യമുണ്ട്? തീർച്ചയായും ഇപ്പോഴും സുന്ദരനാണ്. അതെനിക്കറിയാം. അപ്പൊ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആണ് അദ്ദേഹം ചോദിക്കുന്നത്. നോർമലി പറയട്ടെ, ഇപ്പൊ നമ്മൾ പുറമെ തേക്കുന്നത് മാത്രമല്ല സൗന്ദര്യം നമ്മൾ ആദ്യമേ പറഞ്ഞു. നമുക്ക് ഡെയിലി ഒരു 8 ഗ്ലാസ് വെള്ളമെങ്കിലും മിനിമം കുടിക്കുക. പുറത്തിറങ്ങുമ്പോൾ നല്ല സൺസ്ക്രീൻ, അതായത് SPF 50 എങ്കിലും മിനിമം. ഈവൻ നമ്മുടെ ട്രിവാൻഡ്രത്തെ ക്ലൈമറ്റ് വെച്ചിട്ട് SPF 50 എബോവ് ഉള്ള വെച്ചാൽ അവിടെ അത് ബേസ്, അവിടെ അതിന് മുകളിലോട്ടുള്ള സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. പിന്നെ വീട്ടിൽ രാത്രിയിലൊക്കെ നിങ്ങളിപ്പം അലഞ്ഞു തിരിഞ്ഞൊക്കെ പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഫേസ് പാക്കുകൾ യൂസ് ചെയ്യുക. ഈവൻ പപ്പായ യൂസ് ചെയ്യാം, പപ്പായ നല്ലതാണ്. തൈരും ഓട്സും കൂടെ മിക്സ് ചെയ്തിടുന്നത് നല്ലതാണ്. പിന്നെ എന്താ പറയുക, ഓയിലി സ്കിന്നിന് പറ്റില്ല, മറ്റേ ലെമണും നാരങ്ങ നീര് അതൊക്കെ ഭയങ്കര നല്ലതാണ്. പിന്നെ പാർലറിൽ പോകാൻ സമയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജെൻസ് പാർലറിൽ പോവുക. മാസത്തിൽ ഒരിക്കൽ പോയി ഒരു ഫേസ് മസാജ് ചെയ്യുക, നല്ല ഹെഡ് മസാജ് ചെയ്യുക, പെഡിക്യൂർ. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, നല്ല സുന്ദരികളായിരിക്കും, സുന്ദരന്മാരും. കാലൊക്കെ നല്ല വെടിച്ച് കീറി നാഗമൊക്കെ വെട്ടാതെ നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഈ ഭയങ്കര വയറൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് കുനിഞ്ഞിരുന്നതൊന്നും ചെയ്യാൻ പറ്റൂല. അതിനാണ് പാവം നമ്മളൊക്കെ ഉള്ളത്. വരിക, പാർലറിൽ വരിക. ഞാൻ ചോദിക്കുന്നു, ആണുങ്ങൾ ഒരുപാട് ടെൻഷൻ എടുക്കുന്ന ഒരു ഭാഗക്കാരാണ്. ഈ പറയുന്നത് പോലുള്ള ഇത് എത്രത്തോളം അവരുടെ മാനസികമായ ടെൻഷൻ കുറയ്ക്കും? ഇത് പിന്നെ നമ്മളിപ്പോൾ റിലാക്സ് കിട്ടും എന്നുള്ള ഉറപ്പാണ്. അത് നല്ല പ്രൊഫഷണൽ ഉള്ള ആളായിരിക്കണം. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ഹെഡ് മസാജ് ചെല്ലുമ്പോൾ ഇങ്ങനെ ക്ലാപ്പിംഗ് ടാപ്പിംഗ് സൗണ്ട്, അതിനകത്ത് റിലാക്സ് കിട്ടത്തില്ല. ഇല്ല. അതെ അതെ. നമുക്ക് റിലാക്സ് കിട്ടണമെങ്കിൽ റിലാക്സ് മസാജ് എന്ന് തന്നെ പറയണം. ഹെഡ് മസാജ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഹെഡ് മസാജ് ചെയ്താൽ ഉറങ്ങിപ്പോകുന്നതാണ്. ശബ്ദം കേൾക്കാൻ പാടില്ല. അത് വാച്ചിന്റെ ശബ്ദം. ഞാൻ വന്നിരുന്നാൽ മതിയായിരുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്കൊരു സുഖം. ഇത് എത്ര സമയം വരെ? ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ സമയം എടുക്കും. ഇതിന് ശേഷം സ്റ്റീം ചെയ്യുന്നത് നല്ലതാണ്. പോസൊക്കെ ഓപ്പൺ ആവും, ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവും. ഈ കൊഴിഞ്ഞു പോയ സ്ഥലത്ത് മുടികൾ തിരിച്ചു വളർന്നു വരാനുള്ള സാധ്യതകളുണ്ട്. എന്ത് തോന്നുന്നു? ഒരു പായും തറകളും കിട്ടി കിടക്കാൻ തോന്നുന്നു. അപ്പോൾ എന്തൊക്കെ ചെയ്താലും അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ, ഈ ഒരു പഴഞ്ചൊല്ല് അന്വർത്ഥമാണ്, കാക്ക കുളിച്ചാൽ കൊക്കാകില്ല എന്ന് പറയുന്നത് ശരി തന്നെയാണ് അല്ലേ? റിലാക്സിംഗ് മൂഡ് ക്രിയേറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്. അത് വ്യക്തമായ രീതിയിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ അഭിപ്രായം നിങ്ങൾ പറയുകയും ചെയ്തു. ഒരിക്കലും സൗന്ദര്യം എന്ന് പറയുന്നത് വെളുപ്പിലല്ല, അല്ലെങ്കിൽ വെളുത്തതിനെ കറുത്തതാക്കുക, അല്ലെങ്കിൽ കറുത്തതിനെ വെളുത്തതാക്കുക. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നമ്മൾ മാറ്റിയല്ല നമ്മൾ ചെയ്യുന്നത്. കാക്കയ്ക്ക് കാക്കയുടേതായ സൗന്ദര്യം ഉണ്ടല്ലോ, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതിനെ നല്ലതിനെ എടുത്തു കാണിക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സൗന്ദര്യത്തെക്കുറിച്ചുള്ള വിവിധ കാഴ്ചപ്പാടുകൾ നമ്മൾ കണ്ടു കേട്ടു. സൗന്ദര്യം എന്തൊക്കെ പറഞ്ഞാലും ഒരു സുന്ദരമായ അനുഭൂതി തന്നെയാണ്. മറ്റൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ച കാണുന്നതുവരെ ശുഭരാത്രി. മധുര സ്വപ്നങ്ങൾ.
Gift sponsored by Periyar Rice, Kollam Supreme, Gulf Gold, Arfa Gold, Ma Washing Powder, Maria's Pickles. Costume Courtesy, Dazzler Casual Outfits for Men, Overbridge Trivandrum.